നാരായണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓ ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകര സുമനസാമഗ്രേസര ശ്രീപതി ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാചയ നാനാശാസ്ത്ര വിശാരദ പ്രണിപതൽ ഭക്തവ്രജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര മൂകം കരോതി വാചാലം വങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും വാഗീശാദ്യാസുമനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീ അക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം ചിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ഓം ജന്മാദ്യസ്യേതോന്വയാലിതരതച്ചാത്വേഷ്വഭിജ്ഞസ്വരത്തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യസ്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ മൃഷ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിശുശ്രൂഷുഭിത്തക്ഷണാൽ നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ
നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവാ പുത്രേതി തന്മയതയാദരവോ വിനേതുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി യസ്വാനുഭാവമഖില ശ്രുതി സാരമേകമധ്യാത്മദീപമതി അതിഥിനിരിഷതാം തമോന്ധം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂര്യമുപയാമി ഗുരും മുനീനാം മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതസ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈ സാംഗപദക്രമോപനിഷദൈർഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ കോമളം പൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതേർമഹദ്ഭിജൈമാ പുരോ വിഭുർനിർമായ ചേതേ യഥമോഷു പൂരുഷ ഭുക്തേ ഗുണാൻ ഷോഡശാത്മക സ്വരംഗ്രശിഷ്ട ഭഗവാൻ വജാംസി മേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹര ഹര നമ പാർവതീപതേ ഹര ഹര മഹാദേവ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണായ നമോ നമഃ. സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അഖില ശ്രുതി സാരം ആണ് ശ്രീമദ് ഭാഗവതം എന്നാണ്. അതായത് എല്ലാറ്റിനും അടിസ്ഥാനമായിട്ടിരിക്കുന്നത് വേദങ്ങളാണ്. വേദത്തിന്റെ സാരസർവസ്വമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ശരിക്കു പറഞ്ഞാല് നമ്മള് വേദാധികാരികളായിട്ടുള്ള സജ്ജനങ്ങള് വേദം അഭ്യസിച്ച് ആ വേദത്തിൽ പറഞ്ഞ കാര്യങ്ങള് അവരുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർത്ത് ആ മനഃശുദ്ധി വന്ന് എങ്ങനെയാണ് ആ ധാർമ്മികന്മാരായിട്ട് ജീവിച്ച് ആ ധാർമ്മിക ജീവിതം കൊണ്ട് ജീവിതത്തിന്റെ ലക്ഷ്യമാകുന്ന ഈശ്വരനെ അനുഭവിക്കുന്നത്, അതുപോലെ വേദജ്ഞന്മാരായിട്ടുള്ള ബ്രാഹ്മണര് ഏത് പ്രകാരത്തിലുള്ള അനുഷ്ഠാനങ്ങളിലൂടെ അല്ലെങ്കിൽ ജീവിത രീതിയിലൂടെ അവരുടെ ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നുവോ, വേദാധികാരമില്ലാത്തതായ നമ്മളെ പോലുള്ളവർക്ക്, അതായത് സ്ത്രീ ശൂദ്ര ദ്വിജബന്ധൂനാം ത്രയീന ശ്രുതി ഗോചര എന്നാണ്. സ്ത്രീകള്, ശൂദ്രന്മാര്, ദ്വിജബന്ധുക്കള്, ഈ മൂന്ന് കൂട്ടർക്കും വേദാധികാരം ഇല്ല. സ്ത്രീകള് എന്ന് വെച്ചാല് അവർക്ക് പല പ്രാരബ്ധങ്ങളും ഉണ്ട്. അതുകൊണ്ട് അവർക്ക് വേദത്തിന്റെ താല്പര്യം വളരെ ഗഹനമായതുകൊണ്ട് അത് മനസ്സിലാക്കാൻ വിഷമമാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞത്. യോഗ്യതയുള്ളവരും അതിൽ വിരളമായിട്ടുണ്ടായേക്കാം, പക്ഷെ പൊതുവെ പറഞ്ഞത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ശൂദ്രന്മാര് എന്ന് വെച്ചാൽ എപ്പോഴും വിഷയങ്ങളുടെ പിന്നാലെ വിഷയലമ്പടന്മാരായിട്ട് ലോകപദാർത്ഥങ്ങളുടെ പിന്നാലെ ഓടി നടക്കുന്ന ആളുകൾ, അവർക്ക് മനസ്സിന് ഒരിക്കലും ശുദ്ധി ഉണ്ടാവില്ല. ആ മനഃശുദ്ധി ഇല്ലാത്ത ആളുകൾ വേദം പഠിച്ചാൽ അതിന്റെ താല്പര്യം മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അപ്പോ വിഷയവാസനകൾ തെല്ലും മനസ്സിലില്ലെങ്കിലേ മനസ്സ് ശുദ്ധമായിട്ട് തീരുള്ളൂ. അതിൽ വേദത്തിന്റെ അങ്ങനെയുള്ള ആളുകൾ വേദം പഠിക്കുമ്പോൾ ആ വേദത്തിന്റെ താല്പര്യത്തെ അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും കഴിയും. അതുകൊണ്ടാണ് ശൂദ്രന്മാർക്കും വയ്യ എന്ന് പറഞ്ഞത്. പിന്നെ ദ്വിജബന്ധുക്കള് ബ്രാഹ്മണ വംശത്തിൽ ജനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേദം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ആളുകളും കാണാലോ ഇഷ്ടം പോലെ. അപ്പൊ അവർക്കും കൂടെ വേദത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കി അവരുടെ ജീവിതവും ധന്യമായി തീരണം. എന്താ വേദത്തിന്റെ താല്പര്യം? ഈശ്വരനെ ആശ്രയിക്കൽ തന്നെയാണ്. ആ പ്രവൃത്തിയിലൂടെ നിവൃത്തി മാർഗത്തിലെത്തി, നിവൃത്തി മാർഗത്തിലൂടെ നമ്മുടെ ഉള്ളിൽ സാക്ഷാത്തായിട്ട് വിളങ്ങുന്ന ആ ആത്മാവിനെ അറിഞ്ഞ് പ്രാപിച്ച് മുക്തനായിട്ട് തീരുക. അപ്പോ വേദത്തിന്റെ താല്പര്യം ശരിക്കും പറഞ്ഞാല് ജ്ഞാനമാണ്. അതായത് ആ ജ്ഞാനം കൊണ്ട്
അജ്ഞാനത്തെ നശിപ്പിച്ച് ആ ജീവൻ മുക്തിയെ പ്രാപിക്കുകയാണ്. അപ്പൊ വേദത്തിലൊക്കെ അതന്നെയാണ് സമ്പ്രദായം വർണ്ണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ വേദാധികാരം ഇല്ലാത്ത ആളുകൾക്കും വേദത്തിന്റെ താല്പര്യമാകുന്ന ഈശ്വരനെ, അതായത് ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഈ തത്വത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രീമദ് ഭാഗവതം രചിച്ചത് വേദവ്യാസ മഹർഷി എന്നാണ്. അപ്പോ നമ്മൾ ഭാഗവതം ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ വേദാധികാരമുള്ള ബ്രാഹ്മണര് വേദം പഠിച്ച് എങ്ങനെയാണോ അവരുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്, ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നത്, അതേപോലെ നമുക്കും ഭാഗവതത്തിലൂടെ ആ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ ധർമ്മം ശരിയായിട്ട് അനുഷ്ഠിച്ച് ആ ജീവിതം ധന്യധന്യമാക്കി തീർത്ത് പരമഗതിയാകുന്ന മോക്ഷത്തിലേക്ക് അല്ലെങ്കിൽ ജീവിത ലക്ഷ്യമാകുന്ന ആത്മാവിനെ അറിഞ്ഞ് പ്രാപിച്ച് മുക്തനായിട്ട് തീരാൻ കഴിയും. അത് കാണിച്ചു തരികയാണ് ശ്രീമദ് ഭാഗവതം. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം. നമ്മളെ കൊണ്ട് കഴിയാത്തതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ അനുഷ്ഠിക്കുക. എല്ലാം ഒന്നും അനുഷ്ഠിക്കാൻ പറ്റില്ലായിരിക്കാം, സാഹചര്യത്തിനും കാലത്തിനും ദേശത്തിനും അനുസരിച്ചിട്ട്. പക്ഷെ നമുക്കൊക്കെ ഭഗവാനെ ആശ്രയിക്കാമല്ലോ. ഭഗവാന്റെ കഥ കേൾക്കാം, ഭഗവാന്റെ തിരുനാമം ജപിക്കാം, ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കാം, ആ ഭഗവാനെ സ്മരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ മാത്രം മതി. അതിലൂടെ തന്നെ അതായത് മനസ്സിനെ ശുദ്ധീകരിച്ച് ഭക്തി വളർത്തി മനസ്സിലെ വാസനകളെ നശിപ്പിച്ച് ആ ജീവിതം ധന്യമാക്കി തീർത്ത്. എപ്പോഴാണ് ജീവിതം ധന്യമാകുക? ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളോട് താല്പര്യം കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നതാണ്. ഭക്തി വരുമ്പോഴേ പ്രപഞ്ചത്തിലുള്ള അതായത് പ്രപഞ്ച വസ്തുക്കളോടുള്ള ആഗ്രഹവും കുറഞ്ഞു വരുള്ളൂ. ഇപ്പൊ നേരെ മറിച്ചാണ്, ഭക്തിയിലൂടെ നമ്മൾ ഈശ്വരനെ ആശ്രയിച്ചിട്ട് പ്രപഞ്ച വസ്തുക്കൾ നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതുപോലൊരു വിഡ്ഢിത്തം വേറെ ഇല്ല എന്നാണ്. ഭഗവാൻ ചിരിക്കുക, എന്തിനാ അതൊക്കെ എന്നോട് വന്ന് ചോദിക്കുന്നത് എന്നുള്ള ഭാവത്തില്. കാരണം ഈ പ്രപഞ്ച വസ്തുക്കളൊക്കെ ഇന്ന് വരെ ആരെയും സുഖിപ്പിച്ചിട്ടില്ല. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല വസ്തുക്കളും ജീവന ദുഃഖത്തെ മാത്രം കൊടുക്കുന്നതാണ്. ഏതും ആയിക്കോട്ടെ, നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പദാർത്ഥങ്ങൾ, ഈ ലോകത്തിലെ ഭോഗങ്ങൾ നമ്മൾ അനുഭവിച്ചു, അതുകൊണ്ട് നമുക്ക് വല്ല സുഖം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ഒരിക്കലും അതുകൊണ്ട് കിട്ടില്ല. അപ്പൊ അതിനല്ല നമ്മൾ ഈശ്വരനെ ആശ്രയിക്കേണ്ടത്. ഒരു പദാർത്ഥത്തെയും ആശ്രയിക്കാതെ, ഒരു പദാർത്ഥത്തെയും ആഗ്രഹിക്കാതെ ഈശ്വരനെ മാത്രം ആഗ്രഹിക്കുന്ന ഒരു ഭാവം മനസ്സിലുണ്ടാവുക. അതാണ് ഭക്തി. ഈശ്വരന് വേണ്ടി മാത്രം. അപ്പൊ ആ ഈശ്വരനെ പൂർണ്ണമായിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി ആ ആൾക്ക്, ആ ജീവന് ഈ ലോകത്തിൽ ഒരു പദാർത്ഥങ്ങളും എന്ത് വേണമെങ്കിലും തരാമെന്ന് ഭക്തന്മാരുടെ കഥകളൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ടല്ലോ. ഭഗവാൻ അവരുടെ മുമ്പിൽ വന്നിട്ട് ത്രൈലോക്യത്തിന്റെ ആധിപത്യം വേണോ? വേണ്ട ഭഗവാനെ. മോക്ഷം വേണോ? അതും വേണ്ട. പിന്നെ എന്താ? എനിക്ക് എന്റെ ഭഗവാനെ മാത്രം മതി എന്നാണ് ആ വൃത്രാസുരൻ പറഞ്ഞതുപോലെ. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടായാൽ എത്ര സമാധാനം കിട്ടും നമ്മുടെ ജീവിതത്തില്. അപ്പോ ഒരു ഉറക്കത്തില് നമ്മള് ലോകത്തിലെ ഒരു പദാർത്ഥത്തെയും ആഗ്രഹിക്കുന്നില്ല, ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത്ര സുഖം നമുക്ക് ആ മനസ്സിനെ ശാന്തമാക്കി തീർത്ത് നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സുഖത്തിന്റെ ഉറവിടം എന്താണ്? ഈ ലോക പദാർത്ഥങ്ങളല്ല, ഇതിനെ സ്വീകരിക്കലല്ല, പിന്നെയോ ലോകപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കലാണ് സുഖം. ഭാഗവതം ഏകാദശത്തില് 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഒരു കുരുരിപ്പക്ഷിയുടെ കഥ പറയുന്നുണ്ട് അവിടെ. കുരുരിപ്പക്ഷിയുടെ കഥയിലൂടെ ലോകപദാർത്ഥങ്ങളെ സ്വീകരിച്ചാൽ ദുഃഖമാണ് എന്നും ലോകപദാർത്ഥങ്ങളെ ഉപേക്ഷിക്കുമ്പോൾ സുഖം കിട്ടും എന്ന തത്വത്തെയാണ് അവിടെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആവശ്യമായതിനെ മാത്രം സ്വീകരിക്കുക. എത്രത്തോളം കുറച്ചുകൊണ്ട് ലോകപദാർത്ഥത്തെ സ്വീകരിക്കാൻ പറ്റും അത്രയും കുറച്ചുകൊണ്ട് ജീവിക്കുക എന്നാണ്. അപ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും ജീവിതത്തിൽ വർദ്ധിച്ചു വരിക. അപ്പൊ അതിനാണ് ശ്രീമദ് ഭാഗവതത്തില് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതിലിപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം 85-ാമത്തെ അധ്യായത്തെ കുറിച്ചാണ് അനുസ്മരിച്ചത്. ദേവകി ദേവിയെയും അതുപോലെ തന്നെ വസുദേവർക്കും ഭഗവാൻ ആ തത്വോപദേശം ചെയ്യുകയാണ്. ആ തത്വത്തിന്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഭഗവാൻ ഉപദേശിച്ചതിന്റെ കാതല് ആ രാമകൃഷ്ണന്മാരെ മാത്രമല്ല ഈശ്വരന്മാരായിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും ഈശ്വരന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ
ആ അംശഭൂതന്മാരാണ്. അപ്പോ പ്രപഞ്ചത്തിൽ കാണുന്ന സകല പദാർത്ഥങ്ങളിലും ഈശ്വര ദൃഷ്ടി ഒഴിച്ച് സർവത്ര സർവേശ്വര ഭാവത്തെ പുലർത്തിക്കൊണ്ട് ജീവിക്കുക. അങ്ങനെയായാൽ ജീവന് ഭേദഭാവനയില്ല. ഭേദഭാവന ഇല്ലാണ്ടായാൽ പിന്നെ അജ്ഞാനവും ഇല്ലാണ്ടാവും. അജ്ഞാനവും ഭേദഭാവനയും നീങ്ങിക്കഴിഞ്ഞാൽ ജീവന് ശാശ്വതമായിട്ടുള്ള പദത്തിലേക്ക് എത്താനും പറ്റും, മുക്തിയിലേക്ക് എത്താനും പറ്റും എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ആ ഉപദേശമാണ് ഇവിടെ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നത് എന്നാണ്. അതോടുകൂടെ ഇപ്പൊ വസുദേവനും ദേവയ്ക്ക് നാനാത്വ ബോധം തന്നെ നീങ്ങി. അവരെ ശരിക്കും എന്താ അവിടെ വസുദേവൻ ആ പരമമായിട്ടുള്ള അവസ്ഥയിൽ ഒന്നും മിണ്ടാതെ ഇരുന്നു എന്നാണ്. പിന്നെ മിണ്ടാനില്ല. കാരണം നമ്മളിൽ നിന്ന് അന്യമായിട്ട് വേറൊരു വസ്തു ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാനും അറിയണം എന്ന് തോന്നാനും അനുഭവിക്കാനും ഒക്കെ വേണ്ടു. ഇവിടെ അതില്ല. ഇവിടെ വസ്തു ഏകവും അദ്വിതീയവുമായിട്ടുള്ള പരബ്രഹ്മം മാത്രം. രണ്ടില്ല. ഇവിടെ എല്ലാറ്റിലും ഉള്ളത് ആ ഒന്ന് മാത്രം. കാണുന്നതൊക്കെ ആ ഒന്നിന്റെ സ്വരൂപാന്തരങ്ങൾ മാത്രമാണ്. ആ ഉണ്മയുടെ ബോധത്തിന്റെ ആ സ്വരൂപാന്തരങ്ങൾ മാത്രമാണ്. ആ ബോധം തന്നെയാണ് നമ്മുടെ ഒക്കെ ഉള്ളില് അന്തര്യാമിയായിട്ട് ആവർത്തിക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ആ പരാനാഥം മുതല് വൈഖരി എന്നുള്ള ഭാവത്തില് അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാവത്തിലൊക്കെ, അതായത് നമ്മുടെ ഈ അറിവ് തന്നെയാണ് ഈ പുറത്തേക്ക് ഇങ്ങനെ അതായത് വ്യാപരിക്കുകയാണ്. അത് നമ്മുടെ അറിവ് തന്നെയാണ് വാക്കുകളായിട്ട് പുറത്തേക്ക് വരുന്നത്. ഈ അറിവ് വാക്കുകളായിട്ട് പുറത്തേക്ക് പോണതിന് പകരം ആ വാക്കുകളിൽ, അതായത് ആ അറിവിനെ നമ്മളിൽ നമ്മളായിട്ട് അനുഭവിക്കാൻ കഴിയണം നമുക്ക് എന്നാണ്. അതുകൊണ്ടാണ് ശരിക്ക് ആത്മജ്ഞാനം സിദ്ധിച്ച മഹാത്മാക്കളെ പിന്നെ ഒന്നും മിണ്ടില്ല എന്നാണ്. ആ പരമജ്ഞാനികളായിട്ടുള്ളവരെ ഒന്നും മിണ്ടില്ല. കാരണം അവർക്ക് മിണ്ടാനോ പറയാനോ ഒന്നുമില്ല. അവരനുഭവിച്ചിട്ട് ആ അനുഭവത്തില് ശരിക്കും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കത് അതായത് പറയേണ്ട കാര്യമില്ല. ഈ പറയണതൊക്കെ മിഥ്യയാണ് ശരിക്കും പറഞ്ഞാൽ എന്നാണ്. അപ്പൊ ഇവിടെ ഈ തത്വം ശരിയായിട്ട് മനസ്സിലാക്കി ദേവകിയും വസുദേവനും എന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് ദേവകിക്ക് തൻ്റെ മരിച്ചുപോയ 6 കുട്ടികളെ കാണണം എന്ന മോഹം ഉണ്ടായത്. ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ആ 6 കുഞ്ഞുങ്ങളെ സുതരലോകത്തിൽ നിന്ന് കൊണ്ടു കൊടുത്തു അമ്മയ്ക്ക്. ആ ദേവകി ദേവി അവർക്ക് സ്തന്യം പകർന്നു കൊടുത്തു. ആ ഭഗവാൻ കുടിച്ച സ്തന്യമാണ് ഭഗവാന്റെ പ്രസാദമായിട്ട് ഭഗവാന്റെ ജ്യേഷ്ഠന്മാര് കുടിച്ചത് എന്നുള്ളത് കൊണ്ട് അവർ 6 പേരും മുക്തിയെ പ്രാപിച്ചു എന്നാണ്. എപ്പോഴാണ് ഈ മുക്തി കിട്ടുക? 5 ഇന്ദ്രിയങ്ങളും മനസ്സും ഈശ്വരാഭിമുഖമായി തീരുമ്പോ അതന്നെയാണ് മുക്തി. കപിലോപദേശത്തിൽ പറഞ്ഞില്ലേ, ഗുണേഷു സകൃതം ബന്ധായ രഥം വാ പുംസി മുക്തയേ. അതാണ് കപിലോപദേശത്തിൽ പറഞ്ഞത്. നിർവിണ്ണാം നിതരാം ഭൂമൻ അസതിന്ദ്ര, അതായത് ദേവഭൂതി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. അതായത് നമ്മുടെ മനസ്സ്, ഇന്ദ്രിയങ്ങളും മനസ്സും വിഷയങ്ങൾക്ക് അഭിമുഖമായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങളുടെ പിന്നാലെയാണ്. അതാണ് നമുക്ക് നിത്യവും ആ അനവധി ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നത്. അതേ മനസ്സും ഇന്ദ്രിയങ്ങളും ആത്മാഭിമുഖമായി തീർന്നാലോ അതോടുകൂടി സാക്ഷാത്കാരമായിട്ടുള്ള അവസ്ഥ, അതിന്റെ ആ ഭാവത്തിലേക്ക് എത്താൻ പറ്റും, മോക്ഷാവസ്ഥയിലേക്ക് എത്താൻ പറ്റുകയാണ്. അത് കാണിച്ചു കൊടുക്കുകയാണ് ഈ 6 ജ്യേഷ്ഠന്മാരുടെ കഥയിലൂടെ എന്നാണ്. അത് കഴിഞ്ഞപ്പോ പിന്നെ ശ്രീ ശുഖബ്രഹ്മ ഋഷിയോട് ശ്രീ പരീക്ഷിത് ചോദിക്കുകയാണ്, ബ്രഹ്മൻ വേദിതുമിച്ഛാമ സ്വസാരം രാമകൃഷ്ണയോഹോ യഥോപയമേ വിജയോ യാമമാസിൽ പിതാമഹേ. അതായത് 86-ാമത്തെ അധ്യായത്തില് ഇവിടെ ശ്രീ പരീക്ഷിത് പറഞ്ഞു, അല്ലയോ ബ്രഹ്മഋഷേ, എൻ്റെ അച്ഛൻ്റെ അമ്മയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ബലരാമന്മാരുടെ സഹോദരിയുമായിട്ടുള്ള സുഭദ്രയെ അർജുനൻ എങ്ങനെയാണ് വിവാഹം ചെയ്തത് എന്നറിയാൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നാണ്. രാമകൃഷ്ണന്മാരുടെ സഹോദരിയായിട്ടുള്ള സുഭദ്രയെ അർജുനൻ വിവാഹം കഴിച്ചത് എങ്ങനെ, അത് കേൾക്കണം എന്ന ആഗ്രഹമുണ്ട് എന്നാണ്. കാരണം അവരെന്റെ മുത്തശ്ശിയായിരുന്നു എന്നാണ്. അപ്പോ ഇങ്ങനെയുള്ള പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയാണ് ഇനി ശുഖമഹർഷി എന്നാണ്. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ശ്രീ ശുഖബ്രഹ്മഋഷിയിൽ നിന്ന് ഗംഗാതീരത്ത് സപ്താഹമായിട്ട് ശ്രീമദ് ഭാഗവതം ശ്രവിക്കുകയാണ് ഇപ്പോ ഈ ശ്രീ പരീക്ഷിത് എന്നാണ്. അപ്പൊ ഇന്ന് ശരിക്കും ഈ കഥ പറയുന്ന ദിവസം 6-ാമത്തെ ദിവസമാണ്. അതായത് സുഭദ്രാഹരണം എന്ന ആ ലീലയെ വർണ്ണിക്കുന്നത് 6-ാമത്തെ ദിവസത്തിലാണ് ശുഖമഹർഷി. അത് കഴിഞ്ഞ് അടുത്ത ദിവസം 7-ാമത്തെ ദിവസം ശ്രീ പരീക്ഷിത് മരിക്കാൻ പോവുകയാണ്. അപ്പോ നാളെ മരിക്കാൻ പോകുന്ന ഒരാൾക്ക്
ഇന്ന് ഈ വിവാഹ കാര്യത്തെ കുറിച്ച് കേൾക്കണം എന്നുണ്ടെങ്കിൽ സാധാരണ വിവാഹമായിരിക്കുമോ അത് ഒന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സുഭദ്രയെ ഹരിച്ചത് എങ്ങനെയാ? സുഭദ്രാഹരണം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തന്നെ. അപ്പോ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കഥ, അല്ലെങ്കിൽ അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടുപോയതായിട്ടുള്ള കഥയാണ് ഇപ്പൊ ഇവിടെ പറയാൻ പോണത്. അപ്പൊ നാളെ മരിക്കുന്ന ആൾക്ക് ഇന്ന് ഒരു കന്യകയെ ഒരു യുവാവ് അപഹരിച്ചു കൊണ്ടുപോകുന്ന കഥ പറഞ്ഞത് അത് കേട്ടത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പ്രയോജനമില്ല. നാളെ മരിക്കാൻ പോണ ആൾക്ക് ഇപ്പൊ ലോകത്തിൽ എന്ത് കഥ കേട്ടിട്ട് എന്ത് കാര്യം? അപ്പൊ ചിന്തിക്കണം നമ്മള്, നാളെ മരിക്കാൻ പോണ ആള് ഇങ്ങനെ ഒരു കന്യകയെ ഒരു യുവാവ് അപഹരിച്ചു കൊണ്ടുപോകുന്ന കഥ പറയൂ എന്ന് പ്രേരിപ്പിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവണം. കാരണം നമ്മള് ഇപ്പൊ 6 ദിവസമായി ഭാഗവതം കേൾക്കണോ ശ്രീ പരീക്ഷത്ത്. അപ്പൊ ശ്രീ പരീക്ഷത്തിനെ ചോദിച്ചതാണോ സുഭദ്രാഹരണം കേൾക്കണം എന്നത്. അപ്പോ ശരിക്കും സുഭദ്രാഹരണം എന്നുള്ളത് ഒരു കന്യകയെ ഒരു യുവാവ് അപഹരിക്കലല്ല. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢമായിട്ടുള്ള അല്ലെങ്കിൽ ആ ആത്മീയമായിട്ടുള്ള വലിയൊരു കാര്യത്തെ വർണ്ണിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം ശ്രീ പരീക്ഷത്ത് അത് ചോദിക്കാൻ കാരണം. അത് മനസ്സിലാക്കണം. അല്ലാണ്ടത് ഒരു തട്ടിക്കൊണ്ടുപോണ കഥയായിട്ട് ബന്ധമൊന്നുമില്ല. അത് പലപ്പോഴും സപ്താഹവേദിയില് പല ആചാര്യന്മാരും അത് വളരെ രസമായിട്ട്, കാരണം ഇപ്പൊ നമ്മുടെ ലോകത്തിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നത് അങ്ങനെയാണല്ലോ. അപ്പൊ അതിനെ വളരെ രസമായിട്ട് വർണ്ണിക്കാറുമുണ്ട് എന്നാണ്. നാളെ മരിക്കാൻ പോകുന്ന ശ്രീ പരീക്ഷിത്താണ് മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള ആ ഭാവം പോലും ഇല്ലാണ്ട് സന്യാസിമാരെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെയാ പറയുക. ഞാൻ കേട്ടതാ ഒരു ആചാര്യൻ പറയണത്. കാരണം ആ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയതും സന്യാസവേഷത്തില്, അതുപോലെ സുഭദ്രയെ അപഹരിച്ചു കൊണ്ടുപോയത് അർജുനൻ, അതും സന്യാസവേഷത്തില്. അപ്പൊ സന്യാസിമാരെ നാണുണ്ടോ അങ്ങനെ പറയാൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം അതിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെ ഒരു വാക്കേ അവിടെ പറയില്ലല്ലോ. ഇവിടെ സാധാരണ ലൗകികമായിട്ടുള്ള വിവാഹം തന്നെ ശരിക്ക് വിശേഷണയുള്ള വാഹനം എന്നാണ് നേരത്തെ നമ്മൾ അനുസ്മരിച്ചത്. ആ വിവാഹ ബന്ധമൊക്കെ ഈ സംസ്കാര ക്രിയകളൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ജീവനെ ഈശ്വരങ്കിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ആ ഈശ്വരങ്കിലേക്ക് പോകാനുള്ള മാർഗമാണ് ഓരോ സംസ്കാരങ്ങളും. നമ്മുടെ ആ ഗർഭാധാനം മുതൽ പുറത്തു വന്ന ആ ഉപനയനം ഇതൊക്കെ കഴിഞ്ഞ്, അതായത് വിവാഹം എന്നുള്ളത് ഒരു സംസ്കാരമാണല്ലോ. അപ്പൊ അതിന്റെ താല്പര്യം മനസ്സിലാക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോരോ വിഡിത്തം പറയുന്നത്. അതിന്റെ താല്പര്യം ശരിയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് പറയില്ല. പണ്ടും ഞാനും ഇങ്ങനെയൊക്കെയാണ് കഥകൾ എന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. പിന്നീട് സ്വാമിജിയുടെ സപ്താഹം കേട്ടിട്ട് അതിൽ സ്വാമിജി പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് അയ്യോ ഇത് ഇത്ര അപകടമായിട്ടുള്ള ആ രീതിയിലാണല്ലോ ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് എന്ന് പിന്നെയാണ് എനിക്ക് ബോധ്യമായത്. അപ്പൊ എപ്പോഴും അതിന്റെ ഈ കഥകൾ എന്തിനാ പറഞ്ഞിരിക്കുന്നത്? കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഓരോ കഥയുടെ പിന്നിലും അതിന്റെ പിന്നിൽ ഓരോ കാര്യത്തെ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം മനസ്സിലാക്കാൻ തക്ക വിധത്തിലുള്ള മനഃശുദ്ധി നമുക്ക് വരുമ്പോഴേ അതിനെ ഗ്രഹിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആ കഥയുടെ പിന്നാലെ കഥയില്ലാതെ പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഈ കഥയില്ലാണ്ട് ജീവിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം? അന്തല്ലാണ്ട്. അപ്പോ ഇതിനൊരു അതായത് ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? കഥാസാരം ഗ്രഹിക്കണം എന്നാണ് അവിടെ ഭാഗവത മഹാത്മ്യത്തിൽ തന്നെ പറയുന്നത് എന്നാണ്. കഥയുടെ സാരമാണ് വേണ്ടത്. അതിൽ അടങ്ങിയിരിക്കുന്ന തത്വം അതിനെ ബോധിപ്പിച്ച് ആ പരമതത്വമായിട്ടിരിക്കുന്നത് ഈശ്വരനാണ്. അപ്പൊ ഓരോ കഥയിലൂടെയും തത്വത്തെ ഉപദേശിക്കുന്നത് എങ്ങനെയാ? പരമതത്വമായിട്ടുള്ള ഈശ്വരനെ അനുഭവിക്കത്തക്ക വിധത്തിൽ. അപ്പൊ അവിടെ എത്തിക്കണം നമ്മള്. ഏത് കഥ പറഞ്ഞാലും ആ പരമതത്വത്തോടുകൂടി, സത്യം ധീമഹി, പരമമായിട്ടുള്ള സത്യത്തോടു കൂടിയിട്ട് നമ്മൾ യോജിപ്പിക്കണം. അപ്പോഴാണ് ഓരോ കഥയിലൂടെയും ആ പരമസത്യത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ സത്യത്തെ തന്നെ ധ്യാനിച്ച് അതായിട്ട് തീരാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇവിടെ ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ്. അർജുനൻ തീർത്ഥയാത്രാ സമയത്തായിരുന്നു എന്നാണ്. അർജുനൻ തീർത്ഥയാത്രയ്ക്ക് പോകാൻ ഒരു കാരണമുണ്ട് എന്നാണ്. അതായത് പാണ്ഡവന്മാര് പാഞ്ചാലിയെ വിവാഹം കഴിച്ച സമയത്ത് അവര് തമ്മിലുള്ള ബന്ധത്തിന് കോട്ടമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്
ശ്രീനാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിൽ ചെന്ന് ധർമ്മപുത്രരോട് ഒരു കാര്യം പറഞ്ഞു എന്നാണ്. എല്ലാവരും കേൾക്കെ തന്നെ പറഞ്ഞത്. അതായത് ഒരാള് ഒരു കൊല്ലം പാഞ്ചാലിയുടെ കൂടെ ഇരിക്കുക. ആ സമയത്ത് പാഞ്ചാലിയും ആ ആള്, അതായത് 5 പേരാണല്ലോ പാണ്ഡവന്മാര്, അതില് ആരാണോ പാഞ്ചാലിയുടെ കൂടെ ഇരിക്കുന്നത് അവരും തമ്മിൽ ഇരിക്കുന്നത് മറ്റൊരാൾ കാണാൻ പാടില്ല എന്നാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമായിട്ട് കണക്കാക്കണം. അതിന് പ്രായശ്ചിത്തം ചെയ്യണം. എന്താ പ്രായശ്ചിത്തം? 1 കൊല്ലക്കാലം തീർത്ഥാടനം നടത്തി വരിക എന്നാണ്. അപ്പൊ ഈ ഒരു വ്യവസ്ഥയിലാണ് ഓരോ കൊല്ലം ഓരോ ആള് എന്ന ഭാവത്തില് പാണ്ഡവന്മാര് പാഞ്ചാലിയുമായിട്ട് ഇരിക്കുന്നത് എന്നാണ്. ഇപ്പോ യുധിഷ്ഠിര മഹാരാജാവാണ് പാഞ്ചാലിയുടെ കൂടെ അന്തഃപുരത്തിൽ ഇരിക്കുന്നത് എന്നാണ്. ആ കാലത്ത് ഒരു ബ്രാഹ്മണൻ അർജുനന്റെ മുമ്പിൽ വന്ന് രാവലാതി പറയുകയാണ്, എന്റെ പശുക്കളെ മുഴുവൻ കള്ളന്മാരെ അപഹരിച്ചു കൊണ്ടുപോയി എന്നാണ്. അപ്പോ അർജുനന് അതായത് ഒരു ക്ഷത്രിയന്റെ കർത്തവ്യം എന്താ? ഒരു ബ്രാഹ്മണന് എന്താണോ ആവശ്യം അത് നിറവേറ്റി കൊടുക്കണം. ഒരു ബ്രാഹ്മണൻ പറയണത് അക്ഷരം പ്രതി അനുസരിപ്പിച്ച് അത് അദ്ദേഹത്തിന് വേണ്ടത് എന്താ ചെയ്തു കൊടുക്കണം. അത് ക്ഷത്രിയന്റെ കർത്തവ്യമായിട്ടാണ് പണ്ട് ശാസ്ത്രം അല്ലെങ്കിൽ വർണ്ണാശ്രമ ധർമ്മങ്ങളിലൊക്കെ വിധിച്ചിരിക്കുന്നത് എന്നാണ്. കാരണം എന്തുകൊണ്ടാണ് ബ്രാഹ്മണൻ പറയണത് അനുസരിക്കണം എന്ന് പറഞ്ഞത്? ബ്രാഹ്മണൻ സമൂഹത്തിന്റെ ഗുരുനാഥനാണ്. ഇനി ബ്രാഹ്മണന്റെ മാഹാത്മ്യത്തെ കുറിച്ച് ഇനി കുറച്ചു കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഇവിടെ. ആ സുതദേവനും ബഹുലാശ്വനും ഭഗവാൻ ഉപദേശം കൊടുക്കുമ്പോൾ ഭഗവാൻ തന്നെ അത് പ്രത്യക്ഷമായിട്ട് പറയുന്നുണ്ട് എന്നാണ്. അപ്പൊ സമൂഹത്തിന്റെ ഗുരുനാഥനായിട്ടുള്ള ബ്രാഹ്മണന്റെ കാര്യങ്ങള് മറ്റു 3 വർണ്ണക്കാര് അത് വേണ്ടതുപോലെ ചെയ്തു കൊടുക്കണം. അപ്പൊ അതിൽ ഏറ്റവും ആ ഉത്തരവാദിത്വം കൂടുതൽ ക്ഷത്രിയന്മാർക്കാണ്. കാരണം ബ്രാഹ്മണരെ ധർമ്മം അനുഷ്ഠിക്കുന്ന കൂട്ടര്, ക്ഷത്രിയന്മാര് ധർമ്മത്തെ സംരക്ഷിക്കുന്ന കൂട്ടര്. അപ്പൊ ബ്രാഹ്മണനെ സംരക്ഷിക്കേണ്ട ചുമതല ആർക്കാണ്? ക്ഷത്രിയന്മാർക്ക്. അപ്പൊ ഇത് കേട്ടപ്പോ അർജുനന് ആകെ വശമായി. എന്താ അത്? ഇപ്പോ കള്ളന്മാരെ പോയി തോൽപ്പിക്കാൻ, യുദ്ധം ചെയ്ത് തോൽപ്പിക്കണമെങ്കിൽ തന്റെ അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഇരിക്കുന്നത്, ആയുധങ്ങളൊക്കെ ഇരിക്കുന്നത് അന്തഃപുരത്തിനകത്താണ്. അവിടെ ധർമ്മപുത്രരാണ് ഇപ്പൊ പാഞ്ചാലിയുടെ കൂടെ, അതായത് ജ്യേഷ്ഠനായിട്ട് യുധിഷ്ഠിരനാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവര് തമ്മിലുള്ള പ്രതിജ്ഞയ്ക്ക് ഭംഗം വരും. ചെല്ലാതിരുന്നു കഴിഞ്ഞാലോ അത് തൻ്റെ ജീവിതത്തില്, അതായത് തനിക്ക് വലിയൊരു കോട്ടമുണ്ടാക്കുക. കാരണം ഒരു ബ്രാഹ്മണൻ പറയണത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ക്ഷത്രിയൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരിച്ചവന് തുല്യമായിട്ടാണ് ശാസ്ത്രം പറയുക. അതൊരിക്കലും ധീരന്മാരായ ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല. അപ്പൊ എന്താ ചെയ്തത് അർജുനൻ? വരുന്നത് വരട്ടെ എന്നും വിചാരിച്ചിട്ട് നേരെ അകത്തേക്ക് കയറി ആയുധങ്ങളൊക്കെ എടുത്തു. പാഞ്ചാലിയും യുധിഷ്ഠിരനും കൂടെ ഇരിക്കുന്നത് കാണുകയും ചെയ്തു എന്നാണ്. ഇവിടെ വന്ന കള്ളന്മാരുടെ പിന്നാലെ അസ്ത്രശസ്ത്രങ്ങളുമായിട്ട് പോയി അവരെ തോൽപ്പിച്ചോടിച്ചിട്ട് ബ്രാഹ്മണന് പശുക്കളെയൊക്കെ തിരിച്ച് വീണ്ടെടുത്ത് കൊടുത്തു എന്നാണ്. കൊടുത്ത ശേഷം ഇവിടെ വന്ന് അന്തപുരത്തിൽ വന്ന് വില്ലും ശരങ്ങളൊക്കെ അവിടെ വെച്ച് ജ്യേഷ്ഠനോട് പറഞ്ഞു, നമ്മൾ തമ്മിലുള്ള പ്രതിജ്ഞ ഞാൻ തെറ്റിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യാനായിട്ട് ഞാൻ 1 കൊല്ലം തീർത്ഥാടനത്തിന് പുറപ്പെടുകയാണെന്നും പറഞ്ഞ് അദ്ദേഹം തീർത്ഥാടനത്തിന് പുറപ്പെട്ടു എന്നാണ്. ത്രിദണ്ഡി സന്യാസിയായിട്ടാണ് അദ്ദേഹം തീർത്ഥാടനത്തിന് ചെന്നത് എന്നാണ് അവിടെ ഭാഗവതം പറയുന്നത്. എന്താ ഈ ത്രിദണ്ഡ്? 3 ദണ്ഡുകൾ എന്നാണ്. മനസ്സ്, വാക്ക്, ശരീരം. ഇതിനെ ശുദ്ധീകരിക്കലാണ് തീർത്ഥാടനം. അപ്പൊ തീർത്ഥാടനം കൊണ്ട് വേണ്ട, ഇപ്പൊ ഒരുപാട് ആളുകൾ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. പോണ ആളുകൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. അവര് തീർത്ഥാടനം കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോ അവരുടെ മനസ്സും അതുപോലെ വാക്കും ശരീരവും എത്ര കണ്ട് ശുദ്ധമായിട്ടുണ്ട്. ശുദ്ധമായിട്ടില്ലെങ്കിൽ തീർത്ഥാടനം കൊണ്ട് ഫലമില്ല. കാട്ടുവെള്ളിരി പോലെ എന്ന പണ്ട് അകപൂർച്ചാത്തന്റെ കഥ പറയുന്നതാണ്. അതായത് ഒരു കാര്യസ്ഥനാണ് അവിടുത്തെ ചാത്തൻ. ഇദ്ദേഹത്തിന്റെ യജമാനനാണ് നല്ലൊരു ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിന്റെ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് ഒരിക്കലും തീർത്ഥാടനത്തിന് പുറപ്പെടുകയാണെന്നും പറഞ്ഞ് തീർത്ഥാടനത്തിന് പോകുക. കാരണം ഇയാളുടെ മനസ്സിന്റെ ശുദ്ധി എത്രയുണ്ടെന്ന് ചാത്തന് നന്നായിട്ട് അറിയും. കാര്യസ്ഥന് പറഞ്ഞു, അദ്ദേഹം ഈ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം, ഞാൻ തീർത്ഥാടനത്തിന് ചെല്ലുകയാണ്. അപ്പൊ എവിടെയൊക്കെ പോകണം? ഞാൻ വലിയ വലിയ തീർത്ഥങ്ങളിലൊക്കെ ചെന്ന് തീർത്ഥാടനം നടത്താൻ പോവുകയാണ്. അപ്പൊ പറഞ്ഞു, അടിയനും വരണമെന്ന് മോഹമുണ്ട്, എന്തായാലും ഇപ്പൊ ഇത് തരാവില്ലല്ലോ, അടിയന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു തരണം എന്നാണ് ആ കാര്യസ്ഥനായിട്ടുള്ള ചാത്തൻ ആവശ്യപ്പെടുന്നത്. എന്തേ ചോദിച്ചു. ഞാനൊരു സാധനം തരാം, അങ്ങ് ചെന്ന് മുങ്ങുന്ന തീർത്ഥങ്ങളിലൊക്കെ അതിനെയും മുക്കിയിട്ട് തിരിച്ചിങ്ങ് കൊണ്ടുപോരണം എന്നാണ്. എന്താ കൊടുത്തത്? ഒരു കാട്ടുവെള്ളരിയ. നല്ല കയ്പ് അതിനെന്നാണ്.
അപ്പൊ ഏതായാലും കാര്യസ്ഥ തന്നതല്ലേ ആവട്ടെ എന്നും പറഞ്ഞ് അദ്ദേഹം ആ ബ്രാഹ്മണൻ അത് സ്വീകരിച്ച് യജമാനായിട്ടുള്ള ബ്രാഹ്മണൻ തീർത്ഥാടനത്തിന് ചെന്നു എന്നാണ്. അദ്ദേഹം മുങ്ങുന്ന തീർത്ഥങ്ങളിലൊക്കെ ഈ കാട്ടുവള്ളരി മുക്കിയെന്നാണ്. അത് കഴിഞ്ഞ് തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോ പറഞ്ഞു തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുകയാണ് എന്നാണ് യജമാനൻ. അപ്പോ കാര്യസ്ഥൻ ചോദിച്ചു, എല്ലാ തീർത്ഥങ്ങളിലും പോയി? ഉവ്വ പോയി. അതിലൊക്കെ ഞാൻ തന്ന വള്ളരി മുക്കിയോ യജമാനൻ? ഓ ഉവ്വ മുക്കി എന്നാണ്. എന്നാൽ അതിങ്ങോട്ട് തന്നോളൂ തന്നു കൊടുത്തു എന്നാണ്. അത് കഴിഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി ഇദ്ദേഹം വിളമ്പി കൊടുക്കുക. അന്ന് ഉച്ചയ്ക്ക് മെഴുക്ക് വരട്ടിയായിട്ട് ഉണ്ടാക്കിയത് ഈ കാട്ടുവള്ളരിയാണ്. ഭക്ഷണം കൊടുക്കുമ്പോ ഇതും വിളമ്പി കൊടുത്തു. ആ ബ്രാഹ്മണൻ അത് കഴിച്ച സമയത്ത് അതിന് വല്ലാത്ത കയ്പ്. അയ്യോ ഇതെന്താ അതിന് ഇത്ര കയ്പ് എന്നാണ്. അത് ശരി, ഇതിന്റെ കയ്പ് ഇനി മാറിയില്ലേ എന്നാണ് കാര്യസ്ഥൻ. ഇല്ല. എന്നാ പിന്നെ അങ്ങയുടെ തീർത്ഥാടനം കൊണ്ടും ബലമൊന്നും ഉണ്ടാവില്ല. കാരണം അത്രയും തീർത്ഥങ്ങളിൽ മുക്കിയിട്ടും കാട്ടുവള്ളരിയുടെ കയ്പ് മാറിയിട്ടില്ലെങ്കിൽ അങ്ങ് മുങ്ങിയിട്ടും അങ്ങയുടെ ഉള്ളിലെ കയ്പും അതുകൊണ്ട് തീർന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഈ തീർത്ഥാടനം കൊണ്ട് വേണ്ടത് മനസ്സും വാക്കും ശരീരവും ശുദ്ധമാകല്. ഇതാണ് ത്രിദണ്ഡ് എന്നാണ്. സാധാരണ സന്യാസിമാര്, ചില സന്യാസിമാരൊക്കെ ആ പാരമ്പര്യത്തിൽപ്പെട്ടവരൊക്കെ ഈ 3 ദണ്ടുള്ള ആ ഭാവവും കൊണ്ട് നടക്കും. അവരുടെ കയ്യിൽ ആ ത്രിദണ്ഡ് ഉണ്ടാകുന്നതാണ്. അപ്പൊ അതിന്റെ താല്പര്യം ഇതാണ്, ഈ 3 കരണങ്ങളെയും ശുദ്ധമാക്കി തീർക്കുക എന്നാണ്. അങ്ങനെ തീർത്ഥാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങുമ്പോഴാണ് ദ്വാരകയ്ക്ക്, അതായത് വരുന്ന വഴിക്ക് അദ്ദേഹം ഈ ഗദനെ കാണുന്നുണ്ട് എന്നാണ്. അദ്ദേഹം ഗദൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുജനായിട്ടാണ് വരിക. അപ്പൊ ഈ ഗദനെ വഴിയിൽ വെച്ച് കാണുന്നുണ്ട് എന്നാണ്. ആ തീർത്ഥാടനം കഴിഞ്ഞ് പ്രഭാസ തീർത്ഥക്കരയിൽ വെച്ചിട്ടാണ് ഈ ഗദനെ കാണുന്നത്. ഈ ഗദൻ വസുദേവർക്ക് രോഹിണിയിൽ ഉണ്ടായിട്ടുള്ള പുത്രനാണ്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുജനായിട്ട് വരുന്നതാണ്. അപ്പൊ ഗദനെ കണ്ടപ്പോൾ അർജുനൻ ചോദിച്ചു, എന്തൊക്കെയാണ് ദ്വാരകയിലെ വിശേഷങ്ങൾ എന്നാണ്. അപ്പൊ ദ്വാരകയില് ഇപ്പോ സുഭദ്രയുടെ വിവാഹാലോചന നടക്കുകയാണ് എന്നും, ഇപ്പൊ ബലരാമൻ ദുര്യോധനന് കൊടുക്കാനാണ്, തന്റെ പ്രിയ ശിഷ്യനാണല്ലോ ദുര്യോധനന് കൊടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് ആ ഗദനിൽ നിന്ന് അർജുനൻ അറിഞ്ഞത്. പണ്ടേ അർജുനന് സുഭദ്രയെയും സുഭദ്രയ്ക്ക് അർജുനെയും വലിയ ഇഷ്ടമാണ്. അർജുന്റെ വീരശൂര പരാക്രമങ്ങളൊക്കെ കേട്ടിട്ട് സുഭദ്രയ്ക്ക് വലിയ മോഹമായിട്ടുണ്ട്. അതുപോലെ സുഭദ്രയുടെ സൗന്ദര്യാദി ഗുണങ്ങളൊക്കെ കേട്ടിട്ട് അർജുനൻ രണ്ടുപേർക്കും നല്ല ഇഷ്ടമാണ്. പണ്ട് നേരത്തെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവര് തമ്മിലുള്ള ഇഷ്ടത്തിന് അനുകൂലമാണ് വസുദേവരും ദേവകിയും ശ്രീകൃഷ്ണ ഭഗവാനും. ബലരാമൻ മാത്രമാണ് അതിനെതിരായിട്ട് നിൽക്കുന്നത് എന്നാണ്. ഇപ്പൊ അർജുനൻ തീർത്ഥാടനത്തിന് പോയ സന്ദർഭം നോക്കിയിട്ടാണ് ബലരാമൻ ദുര്യോധനന് ഈ സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ്. ഇതറിഞ്ഞപ്പോ അർജുനന് വല്ലാത്ത ദുഃഖം തോന്നി. തനിക്ക് ആ സുഭദ്രയെ കിട്ടാൻ എന്താണ് വഴി എന്നാണ് ആലോചിച്ചത്. അപ്പൊ എന്താ ചെയ്തത് അർജുനൻ? എന്നാ ഇനി തീർത്ഥാടനം നേരെ ദ്വാരകയിലേക്ക് ആവട്ടെ എന്നും പറഞ്ഞ് ദ്വാരകയിലേക്ക് വെച്ചു വഴി എന്നാണ്. അങ്ങനെ ദ്വാരകയിലേക്ക് ചെന്ന്, ശരിക്കും സന്യാസവേഷത്തിൽ ആർക്കും കണ്ടാൽ തിരിച്ചറിയില്ല. ജടയും മുടിയും ഒക്കെ ഉണ്ട്, അതുപോലെ താടിയൊക്കെ ആയിട്ട് കാഷായ വേഷമൊക്കെ ധരിച്ച് ഭസ്മക്കുറിയൊക്കെ ധരിച്ച് ത്രിദണ്ഡുമായിട്ടാണ് അദ്ദേഹം ആ നാമം ജപിച്ചുകൊണ്ട് ആ ദ്വാരകയ്ക്ക് അടുത്ത് എത്തുകയാണ്. അവിടെ രൈവതക പർവ്വതത്തിന്റെ താഴ്വാരത്തില് ഒരു ആരിന്റെ ചോട്ടില് ഇങ്ങനെ ധ്യാനനിഷ്ഠനായിട്ടിരിക്കുകയാണ് നമ്മുടെ ആ അർജുന സന്യാസി. അദ്ദേഹം അർജുനാണെന്ന് ആർക്കും അറിയില്ല. പക്ഷേ സ്വാമിജി പറയും, ഭഗവാന് സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാൻ വല്ല വിഷമമുണ്ടോ? ഭഗവാൻ നേരത്തെ തന്നെ അറിഞ്ഞു കേട്ടോ. നേരെ രാത്രിക്ക് രാത്രി തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ അർജുനെ ചെന്ന് കണ്ട് താൻ ഇവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. തന്റെ ഉദ്ദേശം എന്താണെന്നും അറിയാം. ഏതായാലും അതിനുള്ള സന്ദർഭമൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ടാണ് അത്ര ശ്രീകൃഷ്ണ ഭഗവാൻ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നത് എന്നൊക്കെയാണ് സ്വാമിജി പറയുക. ഏതായാലും അങ്ങനെ ഇപ്പൊ ഇവിടെ അർജുന സന്യാസി അവിടെ ആൽത്തറയിൽ അങ്ങനെ ഇരിക്കുകയാണ്, ധ്യാനനിഷ്ഠനായിട്ട് നാമവും ജപിച്ചിട്ടൊക്കെ എന്നാണ്. ഇത് ഈ അർജുന സന്യാസിയെ നമ്മുടെ ബലരാമസ്വാമികൾ കാണുന്നുണ്ട് എന്നാണ്. ബലരാമൻ കണ്ട് അദ്ദേഹത്തിന് ഈ സന്യാസിമാരോടൊക്കെ നല്ല ബഹുമാനാണ്. അവിടെ ചെന്ന് ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ചപ്പോ ആ അർജുന സന്യാസി വളരെ വ്യക്തമായിട്ട് മറുപടിയൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ യോഗ്യനായിട്ടുള്ള ഒരു സന്യാസി തന്നെയാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് ബലരാമനും ബുദ്ധിയായി എന്നാണ്. വേദാന്തത്തിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചോദിച്ചത് എന്നാണ്.
അതൊക്കെ ശരിക്കും നല്ല അതായത് പ്രമാണ സഹിതം ഉദ്ധരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിന് മറുപടി എന്നാണ്. അപ്പൊ നല്ല ബഹുമാനവും മതിപ്പും തോന്നി എന്നാണ്. അപ്പോ ശ്രീകൃഷ്ണ ഭഗവാനോട് കൂടി ആലോചിച്ചിട്ട് അർജുന സന്യാസിയെ ഭിക്ഷയ്ക്കായിട്ട് കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണം എന്ന് തോന്നി ബലരാമന്. ബലരാമൻ ചെന്ന് ശ്രീകൃഷ്ണനോട് വിവരം പറഞ്ഞു, കൃഷ്ണ, നമ്മുടെ അടുത്ത് ഒരു സന്യാസി ആൽത്തറയിൽ വന്നിരിക്കണു. എന്താ അദ്ദേഹത്തിന്റെ ജ്ഞാനം? ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ ശരിക്കും മണിയായിട്ടാണ് ഉത്തരം പറയുന്നത്, പ്രമാണ സഹിതം എന്നാണ്. ഇത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, അതന്നെയാണ് സന്യാസിമാർക്ക് വേണ്ടത്. എന്ത്? ജ്ഞാനം സന്യാസ ലക്ഷണം എന്നാണ്. ജ്ഞാനമാണ് സന്യാസ ലക്ഷണം. അപ്പൊ ജ്ഞാനികളായിട്ടുള്ള ആളുകളാണ് സന്യസിക്കുക. അപ്പൊ അദ്ദേഹം അത് യോഗ്യൻ തന്നെ. അങ്ങനെയുള്ള സന്യാസി ഇപ്പൊ ഇവിടെ ഈ ആൽത്തറയിലാണോ ഇരിക്കേണ്ടത് കൃഷ്ണ? നമ്മളൊക്കെ യോഗ്യന്മാരായിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളൊക്കെ രാജ്യം ഭരിക്കുന്ന കൂട്ടരാണല്ലോ. അപ്പോ അങ്ങനെയുള്ളൊരു മഹാത്മാവിനെ ആദരിക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? അതുകൊണ്ട് ആ സന്യാസിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, എനിക്ക് അതിൽ അഭിപ്രായമൊന്നുമില്ല. കാരണം ഇവിടെ സുഭദ്രയുടെ വിവാഹം നടക്കാൻ പോവുകയാണ്. ഒരുപാട് ബന്ധുക്കള് വിവാഹത്തിന്റെ കാര്യത്തെ കുറിച്ച് ആലോചിക്കാനും ചർച്ച ചെയ്യാനൊക്കെ ഇവിടെ കൊട്ടാരത്തിലേക്ക് വരിക. ഇവിടെ ആകെ സുഭദ്ര വിവാഹത്തെ കുറിച്ചുള്ള ആ അതായത് ബഹളമയാണ് അവിടെ. അതിന്റെ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ സന്യാസി എവിടെയെ കൊണ്ട് താമസിപ്പിക്കുക? സന്യാസിമാർക്കാണെച്ച ഏകാന്തതയാണല്ലോ കൂടുതലായിട്ടും വേണ്ടത്. ഇത് കേട്ടപ്പോ ബലരാമൻ പറഞ്ഞു, അതിന് നല്ലൊരു മാർഗമുണ്ട്. എന്താ മാർഗം? ഏതായാലും സുഭദ്രയുടെ വിവാഹം കഴിയാൻ പോവല്ലേ. സുഭദ്ര ഭർത്താവിന്റെ വീട്ടിൽ ചെന്നിട്ട് എങ്ങനെയൊക്കെയാണ് ധർമാനുഷ്ഠാനം നടത്തേണ്ടത്, ഏത് രീതിയിൽ വേണം ജീവിതം നയിക്കാൻ എന്ന് ഉപദേശിക്കാൻ, ധർമ്മം ഉപദേശിക്കാൻ ഒരു സന്യാസി ആവശ്യമുണ്ട്. അതിനെന്ത് വേണം? ആ സുഭദ്രയുടെ അന്തഃപുരത്തിൽ കൊണ്ട് താമസിപ്പിക്കാം എന്നാണ് ബലരാമൻ. അതിനും ഭഗവാൻ മറുത്തൊന്നും പറഞ്ഞില്ല എന്നാണ്. കാരണം അങ്ങനെയൊക്കെ വരണമെന്ന് ഭഗവാന്റെ ഇച്ഛ തന്നെയാണ് അതിന്റെ പിന്നില്. അതിന് സംശയമൊന്നും വേണ്ട. ഈ ലോകത്തിൽ എന്ത് നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നില് ഈശ്വരേച്ഛ. ഇപ്പോ കൊറോണ എന്നൊരു മഹാമാരി ഇപ്പൊ നമ്മളെ ഈ ലോകത്തെ മുഴുവൻ അതായത് കഷ്ടത്തിലാക്കി. അതിന്റെ പിന്നിലും ഈശ്വര നിശ്ചയം തന്നെ, സംശയമൊന്നും വേണ്ട. ഈശ്വരൻ നമ്മളെയൊക്കെ ഒന്ന് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് തന്നതായിട്ടുള്ള ഒരു അനുഭവമായിട്ട് കരുതുക എന്നാണ്. അപ്പോഴും നമ്മള് ഈശ്വരനെ മറക്കരുത്. ഈശ്വരന്റെ പാതാരവിന്ദങ്ങളെ ഒരിക്കലും മറക്കാൻ പാടില്ല. ആ ഭഗവാനെ തന്നെ വിളിച്ച് അതിൽ നിന്ന് കരകയറാനുള്ള മാർഗത്തെ അരായിയ ശ്രമിക്കുക നമ്മൾ എന്നാണ്. അപ്പൊ ഇവിടെ ഭഗവാൻ അതിലൊന്നും മിണ്ടിയില്ല. ആ പിറ്റേന്ന് തന്നെ ആ വേണ്ടതുപോലെ ശരിക്ക് ബലരാമസ്വാമികളെ കുറച്ച് പരിവാരങ്ങളോട് കൂടി ചെന്ന് അർജുന സന്യാസിയെ ആദരവോടുകൂടി വേദഘോഷങ്ങളോടും വാദ്യമേളങ്ങളോടും കൂടെ സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. കൂട്ടിക്കൊണ്ടുവന്ന് അന്തഃപുരത്തിലിരുത്തി ആ ഭിക്ഷയൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ്. അന്ന് ഭിക്ഷ വിളമ്പി കൊടുത്തത് നമ്മുടെ സുഭദ്രയാണ് എന്നാണ്. സുഭദ്രയ്ക്ക് കണ്ട ഉടനെ ആളെ മനസ്സിലായി, അർജുനന് സുഭദ്രയും മനസ്സിലായി എന്നാണ്. അതായത് അവർക്ക് നേരത്തെ നല്ല പരിചയം ഉണ്ടല്ലോ. അതായാലും ഭിക്ഷയൊക്കെ വിളമ്പിക്കൊടുത്ത് ഭിക്ഷയൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് മുതൽ ചാതുർമാസ്യം ആരംഭിക്കുകയാണ് എന്നാണ്. ഞാനിപ്പോ ശ്ലോകമൊന്നും ചൊല്ലണില്ല, കഥ പറഞ്ഞു പോവുകയുള്ളൂ. അതായത് അന്ന് മുതൽ ചാതുർമാസ്യം ആരംഭിക്കുന്നതോടുകൂടെ ഇനി ഈ ചാതുർമാസ്യ കാലത്ത് യോഗികളൊന്നും അതായത് സജ്ജനങ്ങൾ പുറത്തിറങ്ങി നടക്കില്ല. കർക്കടകം, ചിങ്ങം, കന്നി, തുലാം ഈ 4 മാസം എവിടെയെങ്കിലും ഇരുന്ന് ആ ഉപാസന നടത്തി ഭഗവാനെ അതായത് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നതാണ്, നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോ ബലരാമൻ പറഞ്ഞ ഏതായാലും ചാതുർമാസ്യ ദീക്ഷ ഇവിടെ വെച്ചിട്ട് തന്നെ ആവാം, ഇനിയിപ്പോ പുറത്തൊന്നും എവിടെയെങ്കിലും പോയിട്ട് അതൊന്നും വേണ്ട, അത് ഞങ്ങൾക്കൊരു ഭാഗ്യമാണല്ലോ എന്നും പറഞ്ഞ് അർജുന സന്യാസിയെ ചാതുർമാസ്യ ദീക്ഷ ഒക്കെ ആയിട്ട് കൊട്ടാരത്തിൽ തന്നെ താമസിപ്പിക്കാൻ നിശ്ചയിക്കുകയാണ്. വളരെ സൗകര്യമായി ഇപ്പൊ അർജുന സന്യാസിക്കും സുഭദ്രയ്ക്കുന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണെച്ച ഉള്ളുകൊണ്ടൊക്കെ ചിരിക്കുന്നുണ്ട് എന്നാണ്. തന്റെ ഭാവത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നേരെയാവുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഈ 4 മാസം ശുശ്രൂഷ കൊണ്ട് ഇപ്പൊ അർജുനനും സുഭദ്രയ്ക്കും അതായത് ഏത് തരത്തിലാണ് ഇപ്പോ സുഭദ്രയെയും കൊണ്ട് ഇവിടുന്ന് കടന്നു കളയേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യാനൊക്കെ തുടങ്ങി രണ്ടുപേരുന്നാണ്. പക്ഷേ ഇപ്പൊ സുഭദ്രയെ കണ്ടു, സുഭദ്രയെയും കൊണ്ട് ഇപ്പൊ ഇവിടുന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോണം. അർജുന്റെ മനസ്സതാണ്. പക്ഷെ പറ്റണില്ല. എന്താ അത്? ബലരാമസ്വാമികള് കാരണവര് ആ പൂമുഖത്ത് തന്നെ ഇരിക്കുക. ബലരാമന്റെ കണ്ണ് വെട്ടിച്ച് സുഭദ്രയെ കൊണ്ടുപോകാൻ വിഷമാ, പറ്റില്ല.
അതിനെന്തേ ഒരു വഴി എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അർജുന സന്യാസി. മനസ്സിന് വല്ലാത്ത അസ്വസ്ഥത അദ്ദേഹത്തിന്. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ദ്വാരയ്ക്ക് പുറത്തായിട്ട് ഒരു ദ്വീപില് ഒരു ഉത്സവം നടക്കുകയാണ്. ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാനും വസുദേവനും ദേവകിയും അതുപോലെ യാദവന്മാരും യാദവ പ്രമാണിമാരും ബലരാമനോട് കൂടിയിട്ട് ആ ഉത്സവത്തിൽ പങ്കെടുക്കാൻ പോകുകയാണ്. സൗകര്യമായി ഇപ്പൊ അർജുനന്, ഇപ്പൊ ദ്വാരകയിൽ ആരെയുള്ളൂ? അർജുനനും സുഭദ്രയും കുറച്ച് സംരക്ഷകരായിട്ടുള്ള, അതായത് കോട്ടയെ സംരക്ഷിക്കുന്ന കുറച്ച് പട്ടാളക്കാരും മാത്രമേ ഉള്ളൂ. ഇപ്പോ ബലരാമൻ അവിടെ ഇല്ല എന്നുള്ള തക്കം മനസ്സിലാക്കിയിട്ട് ആ സാഹചര്യം മുതലെടുത്തിട്ട് അർജുനൻ എന്ത് ചെയ്തു? തേര് തയ്യാറാക്കിയിട്ട് സുഭദ്രയെ വിളിച്ചു. സുഭദ്രയെ പോവില്ലേ എന്നാണ്. സുഭദ്ര പറഞ്ഞു ഞാൻ എപ്പോഴോ റെഡിയാണ് എന്നാണ്. അങ്ങനെ സുഭദ്രയെ അർജുനൻ തേരി കയറ്റിയിട്ട് അർജുനൻ പറഞ്ഞു സുഭദ്രയെ താൻ തന്നെ തേര് തെളിച്ച് പോണം കേട്ടോ എന്നാണ്. അങ്ങനെ ഇപ്പോ സുഭദ്ര തന്നെ തേര് തെളിച്ചിട്ട് അർജുനനെയും തേരിൽ കയറ്റിയിട്ട് അർജുനനുമായിട്ട് സുഭദ്ര തേര് തെളിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലെത്തി. അപ്പൊ ശരിക്കും ചിന്തിച്ചു നോക്കൂ, ആരെയാ തട്ടിക്കൊണ്ടുപോയത്? ഇപ്പൊ ശരിക്കും പറഞ്ഞ സുഭദ്ര അർജുനെ കൊണ്ടുപോണ ഭാവമല്ലേ കാണുന്നത് ഇവിടെ കഥയില്. അങ്ങനെ ഇന്ദ്രപ്രസ്ഥത്തിലെത്തുകയാണെന്നാണ്. അതായത് പട്ടാളക്കാരൊക്കെ തടുക്കാൻ വരുന്നുണ്ട് അവിടെ. അവരെയൊക്കെ ശരിക്ക് യുദ്ധത്തില് നിലം പരിശാക്കി തീർത്തു. അവരൊക്കെ പേടിച്ചോടി അർജുന്റെ പരാക്രമത്തിന് മുമ്പിൽ നിൽക്കാൻ വയ്യാണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് സന്യാസിയൊന്നും അല്ല. അവര് നേരെ ചെന്ന് ആ ബലരാമനോട് പറഞ്ഞു, അതെ ആ സന്യാസി പോയി, അത് സന്യാസിയൊന്നും അല്ല, ആ സാക്ഷാൽ അർജുനനാണ്, വെറുതെ അല്ല പോയിരിക്കുന്നത്, സുഭദ്രയും കൊണ്ട് പോയി എന്നാണ്. ഇതങ്ങോട്ട് കേട്ടില്ലേ? ശരിക്ക് സമുദ്രം അലയടിക്കും പോലെയാണ് ബലരാമന്റെ കോപം ഇവിടെ വർണ്ണിക്കുന്നത്. ക്രുദ്ധിച്ച് ഇനിയിപ്പോ യുദ്ധം തന്നെ എന്നും പറഞ്ഞ സൈന്യങ്ങളെയൊക്കെ തയ്യാറാക്കിയിട്ട് തേരി കയറിയിരുന്നു. തന്റെ ആ മുസലായുധവും ഹലായുധവും ഒക്കെ എടുത്തിട്ട് പാണ്ഡവന്മാരിനെ ഭൂമുഖത്ത് കാണാൻ പാടില്ല എന്നുള്ള ഭാവത്തിന്. ആ സമയത്ത് ബലരാമന്റെ മുഖത്തേക്ക് നോക്കാൻ തന്നെ പേടിയായി മറ്റുള്ളവർക്ക്, ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ എന്നാണ്. ഏതായാലും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന കോപാക്രാന്തനായിട്ടുള്ള ബലരാമന്റെ കാക്കല് ശ്രീകൃഷ്ണ ഭഗവാൻ വീണ് ബലരാമനെ സ്തുതിച്ച് ഒരു വിധം ശാന്തനാക്കി എന്നാണ്. അങ്ങനെ പെട്ടെന്നൊന്നും ശാന്തനാവുന്ന പ്രകൃതമല്ല ബലരാമന്റെ എന്നാണ്. ശാന്തനാക്കിയിട്ട് പറയുകയാണ്, അതെ നമ്മളിപ്പോ ഇവിടുന്ന് അവിടെ ചെന്ന് പാണ്ഡവന്മാരോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ച് അർജുനെയൊക്കെ കൊന്നിട്ട് സുഭദ്രയെ വീണ്ടെടുത്ത് ഇങ്ങോട്ട് തിരിച്ചു പോന്നാല് ആജീവനാന്തം നമ്മുടെ സുഭദ്ര വൈദവ്യ ദുഃഖം അനുഭവിച്ച് വിധവയായിട്ട് ഇവിടെ കഴിയേണ്ടി വരില്ലേ? ഇനിയിപ്പോ ആ അർജുനന്റെ പിന്നാലെ പോയ ഈ സുഭദ്രയെ അങ്ങയുടെ ശിഷ്യനായിട്ടുള്ള ദുര്യോധന വിവാഹം കഴിക്കുകയോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ സുഭദ്രയുടെ സ്ഥിതി എന്താവും? ജീവിതം അതെത്ര നിന്ദ്യമായിട്ടുള്ള അവസ്ഥയാണ്. അതൊരു സ്ത്രീക്ക് താങ്ങാൻ പറ്റുന്ന കഥയാണോ അത്? അതുകൊണ്ട് ജ്യേഷ്ഠൻ ശാന്തനാവണം. പിന്നെ പണ്ടേ സുഭദ്രയ്ക്ക് അർജുനനെയും അർജുനന് സുഭദ്രയെയും ഇഷ്ടമാണ്. പിന്നെ ഈ അങ്ങയുടെ ശിഷ്യനുണ്ടല്ലോ ദുര്യോധനേക്കാൾ എന്ത് കുറവാ അപ്പൊ അർജുനനുള്ളത്? അല്ലെങ്കിൽ അർജുനേക്കാൾ എന്ത് കൂടുതൽ അപ്പൊ ദുര്യോധനുള്ളത്? അതുകൊണ്ട് അവര് പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവരുടെ വിവാഹം നമ്മൾ തന്നെ മുന്നിൽ നിന്ന് അത് വേണ്ടതുപോലെ നടത്തി കൊടുക്കുകയല്ലേ ഉചിതം. എന്നാലല്ലേ നമ്മുടെ സഹോദരിക്ക് ക്ഷേമം ഉണ്ടാവുള്ളൂ. ഇത് കേട്ടപ്പോ പതുക്കെ ബലരാമനും കാര്യങ്ങളൊക്കെ അതാണ് ശരി എന്ന് തോന്നി. അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ചരട് വലിച്ചാൽ ഈ കൃഷ്ണനാണ് എന്ന് മനസ്സിലായി ബലരാമന്. പിന്നെ എതിർപ്പൊന്നും പറഞ്ഞില്ല. വേണ്ട സ്ത്രീധനമൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഇന്ദ്രപ്രസ്ഥത്തിൽ വെച്ച് സുഭദ്രയെ അർജുനന് വിവാഹം ചെയ്തു കൊടുത്തു. ഇതാണ് സുഭദ്രാഹരണം എന്ന കഥയുടെ ഏകദേശ ഭാവം എന്നാണ്. ഇനി അതിന്റെ തത്വം എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഏകാദശത്തിൽ പറയുന്നുണ്ട്, സുഭദ്ര ലോകപാവനി എന്നാ പറഞ്ഞിരിക്കും. ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നതാണ് സുഭദ്ര എന്നാണ്. സുഭദ്രം എന്നാണ് ഏറ്റവും മംഗളമായിട്ടുള്ള കാര്യമാണ്. ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്നത് എന്താ? ജ്ഞാനം കൊണ്ട് ആ അജ്ഞാനം ഇല്ലാത്തൊരവസ്ഥയിൽ ലോകം പവിത്രീകരിക്കപ്പെടുള്ളൂ. അപ്പൊ ജ്ഞാനമാണ് ലോകത്തെ പവിത്രീകരിക്കുന്നത്. അപ്പൊ സുഭദ്ര എന്ന് പറഞ്ഞാല് ജ്ഞാനമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അർജുനനൊരു സാധകനാണ്. ഒരു സാധകൻ എങ്ങനെയാണ് ആ സാധ്യമായിട്ടുള്ള ആ ജ്ഞാനത്തെ അനുഭവ സ്വരൂപമാക്കി തീർത്ത് ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നത് എന്ന തത്വത്തെ ഇവിടെ കാണിച്ചിരിക്കുകയാണ്.
അപ്പൊ സാധകനായിട്ടുള്ള അർജുനൻ സാധന ചെയ്യണം. എന്താ സാധന? തീർത്ഥാടനമാകുന്ന സാധന. തീർത്ഥാടനമാകുന്ന സാധനയിലൂടെ സാധകന് വേണ്ട അതായത് സാധ്യത്തെ ശരിക്ക് ആ ഉൾക്കൊള്ളാൻ പാകത്തിനുള്ള യോഗ്യത സമ്പാദിക്കലാണ്. എന്താ യോഗ്യത? ത്രിദണ്ഡി സന്യാസി എന്നാണ്. എന്താ? ത്രിദണ്ഡുകളെ ശുദ്ധമാക്കുന്നത്, വാക്കും ശരീരവും മനസ്സിനെയും ശുദ്ധീകരിക്കുക എന്നാണ്. മനസ്സ്, വാക്ക്, ശരീരം ഇത് ശുദ്ധമായി തീർന്നാൽ, അപ്പൊ സാധനാനുഷ്ഠാനങ്ങളിലൂടെ ഒരു സാധകന്റെ മനസ്സും വാക്കും ശരീരവും ശുദ്ധമായാൽ സുഭദ്രയെ കുറിച്ച് മനസ്സിലാക്കാം. സാധകന് വേണ്ടത്, ജീവന് വേണ്ടത് ജ്ഞാനപ്രാപ്തിയാണ്. അപ്പൊ ജ്ഞാനത്തെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പൊ അവിടെ സാധനയിലൂടെ ആ സുഭദ്രയെ കുറിച്ച് മനസ്സിലാക്കി. ഗതനെ കണ്ടു പ്രഭാസ തീർത്ഥക്കരയില്. അവിടെ വെച്ച് അതായത് മനസ്സ് ആ സാധനാനുഷ്ഠാനങ്ങളിലൂടെ ശുദ്ധമായിട്ട് തീരുമ്പോ ആ ജ്ഞാനത്തെ കുറിച്ചുള്ള അറിവുണ്ടാകുന്നതാണ്. ഗതൻ വന്നിട്ട് സുഭദ്രയുടെ വിവാഹം നടക്കാൻ പോവുകയാണെന്നുള്ള കാര്യം അവിടെ വെച്ച് പറയുകയാണ്. അപ്പൊ ഇനി ആ അറിവ് കിട്ടി, ഇനി എന്ത് വേണം? ആ സുഭദ്രയെ കാണണം. അപ്പോ സാധകനായിട്ടുള്ള അർജുനൻ നേരെ ദ്വാരകയിലേക്ക് വിടുകയാണ്. ദ്വാരകയിലാണ് സുഭദ്ര ഇരിക്കുന്നത്. എന്താ ദ്വാരക? സുഖത്തിന്റെ ദ്വാരം എന്നാണ്. സുഖത്തിന്റെ ഇരിപ്പിടം അവിടെ. ആ സുഖത്തിലേക്കുള്ള മാർഗം എന്നാണ് ഈ ദ്വാരക എന്നാണ്. അപ്പൊ ദ്വാരകയിലാണ് ജ്ഞാനം ഉള്ളത് എന്നാണ്. അപ്പൊ അങ്ങനെ ദ്വാരകയിലെത്തി തന്റെ ആ മനസ്സും വാക്കും ശരീരവും ശുദ്ധമായപ്പോ ദ്വാരകയിൽ എത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. ആ ദ്വാരകയിൽ എത്തിയതോട് കൂടിയിട്ട് സുഭദ്രയെ കണ്ടു. സുഭദ്രയെ കണ്ടു. പക്ഷെ സുഭദ്രയെ അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, അനുഭവിക്കാൻ പറ്റണില്ല. എന്താ കാരണം? ബലരാമൻ മുമ്പിൽ തന്നെ ഉണ്ട് എന്നാണ്. ഈ ബലരാമൻ അവിടെ ഉള്ളത് കൊണ്ട് അർജുനന് സുഭദ്രയെ കൊണ്ടുപോരാനായിട്ട് കഴിയുന്നില്ല. നമുക്കൊക്കെ പറ്റുന്നത് അതാണ്. നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരുന്നത് എന്തുകൊണ്ട്? നമ്മുടെ ഉള്ളിലുള്ള അഹങ്കാരമാകുന്ന ബലരാമൻ എന്നാണ്. ആ ബലരാമനെ അതായത് പുറത്തേക്കാക്കണം എന്നാണ്. അഹങ്കാരം പുറത്തേക്ക് പോയാല് ജീവൻ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ജീവന്റെ അഹങ്കാരമാണ് ഇപ്പൊ സകല ക്ലേശത്തിനും കാരണം. അപ്പോ അതുകൊണ്ട് ജീവന്റെ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റണില്ല. അഹങ്കാരം നീങ്ങണം എന്നാണ്. ഈ അഹങ്കാരം നീങ്ങിയാൽ മാത്രമേ ജീവന് ഈശ്വരപ്രാപ്തിയാവുന്ന ലക്ഷ്യത്തിലെത്താൻ പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ബലരാമനാണ് ഇവിടെ അഹങ്കാരമായിട്ട് കാണുന്നത് എന്നാണ്. ബലരാമൻ പുറത്തേക്ക് പോവുക. ദ്വാരകയിൽ നിന്ന് പുറത്തുള്ള ദ്വീപില് ഉത്സവങ്ങൾ വന്നപ്പോൾ അത് കാണാനും അനുഭവിക്കാനുമായിട്ട് ബലരാമനും ശ്രീകൃഷ്ണനും ഒക്കെ പുറത്തേക്ക് പോയി എന്നാണ്. ആ സമയത്ത് അർജുനൻ സുഭദ്രയെ കൊണ്ട് തേരിക്കയറ്റി എന്നാണ്. ഏതാ തേര്? ശരീരം രഥമേവതു എന്നാണ്. ശരീരമാകുന്ന തേര്. അപ്പൊ നമുക്ക് ശരീരമാകുന്ന തേര് എന്തിനാ കിട്ടിയിരിക്കുന്നത്? ഈശ്വരനാകുന്ന ലക്ഷ്യത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ട്, ജ്ഞാനപ്രാപ്തിയിലൂടെ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ്. അപ്പൊ ശരീരമാകുന്ന തേരിനെ ശുദ്ധമാക്കി തയ്യാറാക്കി തീർത്തു, അല്ലെങ്കിൽ ജ്ഞാനത്തിനുള്ള അർഹത സമ്പാദിച്ചു. മനുഷ്യ ശരീരം കൊണ്ട് സാധകനാകുന്ന അർജുനൻ ദ്വാരകയിലെത്തിയപ്പോഴാണ് അതിനുള്ള അർഹത കിട്ടിയത്. ഇനി അതും കൊണ്ട് പോവുക. അപ്പൊ ഇനി ഈ മനുഷ്യരീരമാകുന്ന തേര് ലക്ഷ്യത്തിലെത്തണമെങ്കിൽ ആര് തെളിക്കണം? ജ്ഞാനം കൊണ്ട് മാത്രമേ. ജ്ഞാനേ നൈവത് കൈവല്യം എന്നാണ്. ജ്ഞാനം കൊണ്ടേ കൈവല്യം കിട്ടുള്ളൂ. അപ്പോ മനുഷ്യ ശരീരമാകുന്ന ഈ തേരിന് ലക്ഷ്യമാകുന്ന ഈശ്വരനിലേക്ക് എത്തിക്കണമെങ്കിൽ അത് ജ്ഞാനത്തിനേ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അർജുനൻ സുഭദ്രയെ കൊണ്ട് തേര് തെളിപ്പിച്ചത്. അല്ലാണ്ട് അർജുനൻ ഡ്രൈവിംഗ് വശമില്ലാണ്ടെന്നല്ല, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ സ്ത്രീകൾ ഡ്രൈവ് ചെയ്തോട്ടെ എന്നും പറഞ്ഞിട്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാ? അതായത് ശരീരമാകുന്ന വണ്ടി ലക്ഷ്യത്തിലെത്തണമെങ്കിൽ അതിന്റെ ഡ്രൈവർ ജ്ഞാനം തന്നെ ആയിരിക്കണം. ജ്ഞാനം കൊണ്ട് അവിടെ എത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലക്ഷ്യപ്രാപ്തിയിൽ കുഴപ്പമുണ്ടാവുന്ന. അപ്പൊ ഇവിടെ ആ ബലരാമൻ പുറത്തുപോയ സന്ദർഭത്തില് ആ മനുഷ്യ ശരീരമാകുന്ന തേരിനെ ശരിക്ക് സുഭദ്രയെ കൊണ്ട് തെളിപ്പിച്ചിട്ട് അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി എന്നാണ് കഥ. അപ്പൊ ഒരു സാധകൻ തന്റെ സാധനയിലൂടെ ആ ജ്ഞാനത്തിനുള്ള യോഗ്യത നേടിയിട്ട് ജ്ഞാനത്തെ അറിഞ്ഞ് അതിനെ ആ അനുഭവ സ്വരൂപമാക്കി തീർക്കുക. അറിഞ്ഞു, സുഭദ്രയെ കണ്ടു, പക്ഷെ അതിനെ അനുഭവിക്കണമെങ്കിൽ അഹങ്കാരത്തെ നീക്കണം. അപ്പൊ അഹങ്കാരം നീങ്ങിയ ജീവന് എങ്ങനെയാണ് ജ്ഞാനപ്രാപ്തി കിട്ടുക എന്ന കഥയെ ബോധിപ്പിക്കലാണ് ഇവിടെ ആ സുഭദ്രാഹരണത്തിലൂടെ. നാളെ കൈവല്യപ്രാപ്തിയിലേക്ക് പോണ ആളാണ് ആര്? പരീക്ഷിത്ത്.
അപ്പൊ പരീക്ഷത്തിന്റെ ആ അഹങ്കാരത്തെ അല്ലെങ്കിൽ ആ ചെറിയ തോതിലുള്ള ഏകദേശമൊക്കെ അഹങ്കാരമൊക്കെ നീങ്ങിപ്പോയിരിക്കുന്നു. അങ്ങനെ പൂർണ്ണമായിട്ട് ശുദ്ധമാക്കി തീർക്കുകയാണ് ഈ കഥയിലൂടെ ശൈശുക ബ്രഹ്മർഷി ചെയ്യുന്നത് എന്നാണ്. അപ്പൊ അതിനുള്ള മാർഗത്തെ തെളിച്ചു കൊടുക്കുക. ഇതാണ് സുഭദ്രാഹരണത്തിന്റെ താത്വികമായിട്ടുള്ള വശം. അല്ലാണ്ട് ഒരു തട്ടിക്കൊണ്ടുപോണ കഥയായിട്ട് ഒരു ബന്ധവും അതിനില്ല എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു കഥയും കൂടെ ആ അധ്യായത്തിൽ വർണ്ണിക്കുകയാണ്. സുതദേവ ബ്രാഹ്മണന്റെയും ബഹുലാശ്വൻ എന്ന മിഥിലാ രാജാവിന്റെയും ആണ്. രണ്ടുപേരും നല്ല കറ കളഞ്ഞ ശ്രീകൃഷ്ണ ഭക്തന്മാരാണെന്നാണ്. അവരുടെ ആ ഭക്തി കൊണ്ട് ഭഗവാൻ തന്നെ സന്തോഷിച്ചു എന്നാണ്. നല്ല കീർത്തികെട്ട ബ്രാഹ്മണനാണ് സുതദേവ ബ്രാഹ്മണൻ. ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് ഇവിടെ പറയുകയാണ്, കൃഷ്ണസ്യാസിദ്ധിജശ്രേഷ്ഠ സുതദേവ ഇതി ശ്രുതാം കൃഷ്ണൈക ഭക്തിയ പൂർണാർത്ഥ ശാന്ത കവിരലംബടാം. ശരിക്ക് കൃഷ്ണനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ബ്രാഹ്മണനാണ് ഈ ശ്രുതദേവൻ എന്നാണ്. അതായത് ശ്രീകൃഷ്ണ ഭക്തി കൊണ്ട് പരിപൂർണമായിട്ടുള്ള അർത്ഥങ്ങൾ നേടിയവൻ എന്നാണ്. അതാണ് പൂർണാർത്ഥം എന്നാണ്. കാരണം ശ്രീകൃഷ്ണൻ പൂർണാർത്ഥാണ്. ഏതാ പൂർണാർത്ഥം? സാക്ഷാൽ ബ്രഹ്മം തന്നെ. ബ്രഹ്മത്തെ അനുഭവിക്കലാണല്ലോ അതായത് ബ്രഹ്മാണല്ലോ പൂർണ്ണമായിട്ടുള്ള വസ്തു. അതിന്റെ ആ അർത്ഥം തന്നെയാണ് ശ്രീകൃഷ്ണൻ. അപ്പൊ ബ്രഹ്മവും ശ്രീകൃഷ്ണനും രണ്ടല്ല. അപ്പൊ കൃഷ്ണനെ ബ്രഹ്മഭാവത്തിൽ അറിഞ്ഞ് അനുഭവിച്ച ആളാണ് ശ്രുതദേവ ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാണ്ട് ശരീരഭാവത്തിൽ മാത്രം കണ്ട ആളല്ല. നമ്മളൊക്കെ ഏകദേശം കൃഷ്ണനെ ശരീരഭാവത്തിലേ കാണുള്ളൂ അല്ലേ? ആ ഓടക്കൊള്ളും പീലിത്തിരിമുടിയും വേണം ആ ശരീരഭാവത്തിൽ കണ്ട് പിന്നെ ആത്മഭാവത്തിൽ കാണാനും കൂടെ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ നമ്മൾ താഴ്ത്തപ്പടി തന്നെ നിൽക്കുക. കുറച്ചൊക്കെ ഉയർന്നു വരണം. നമുക്ക് ആ ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരു ഭഗവാൻ നമ്മളുടെ മനസ്സിനെയൊക്കെ ഹരിക്കാനായിട്ട് ഒരു രൂപം സ്വീകരിച്ചതാ. ആ രൂപം സ്വീകരിച്ച് ആ രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ രൂപത്തിന്റെ വാസ്തവ സ്വരൂപത്തിലേക്ക് നമ്മൾ എത്തണം. മനഃശുദ്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്തും, അതിന് സംശയമൊന്നുമില്ല. അപ്പൊ ഇവിടെ ശരിയായിട്ട് ആ കൃഷ്ണനെ മനസ്സിലാക്കിയിട്ടുള്ള ആളാണ്. അതുകൊണ്ടോ കൃഷ്ണനെ പൂർണ്ണമായിട്ട് മനസ്സിൽ ഉറപ്പിച്ച ഭക്തി വളർത്തി മനസ്സിനെ ശുദ്ധമാക്കി കൃഷ്ണനെ പൂർണ്ണമായിട്ട് ആ കൃഷ്ണന്റെ വാസ്തവ സ്വരൂപത്തെ അനുഭവിച്ചതോടുകൂടെ ഈ ലോകത്തിലെ മറ്റൊന്നിലും ആഗ്രഹമില്ലാത്ത നിലയെ അദ്ദേഹത്തിന് എത്തിയെന്നാണ്. ശാന്തനാണ്. നേരത്തെ കുചേല ബ്രാഹ്മണനെ വർണ്ണിക്കുമ്പോൾ പ്രശാന്താത്മാ എന്ന് പറഞ്ഞല്ലോ, അതുപോലെ ശുദ്ധദേവ ബ്രാഹ്മണനും ശരിക്ക് ആ ശാന്തനായിട്ട് തീർന്നു. ഒരു ആഗ്രഹങ്ങളും ഇല്ല. ബ്രാഹ്മണ ശ്രേഷ്ഠനായിട്ട് മാറി അദ്ദേഹം എന്നാണ്. വരുന്നത് കൊണ്ട് ജീവിതം നയിക്കും. എതിർച്ചാലാഭ സന്തുഷ്ടി, കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കും അദ്ദേഹം എന്നാണ്. ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്യില്ല. അതായത് ശരീരം കൊണ്ട് പുതിയ പ്രവൃത്തികളൊന്നും നമ്മളെ പോലെ തുടങ്ങി വെക്കില്ല എന്നാ പറഞ്ഞത്. ശരീരം കൊണ്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ യാന്ത്രികമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന്റെ ഫലമായിട്ട് എന്താണോ തനിക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് ആ ശരീര രക്ഷയും നിർവഹിച്ചു വരുന്നതാണ്. ഗൃഹസ്ഥനാണ്, ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം മറ്റു കർമ്മങ്ങളിലൊന്നും വ്യാപരിക്കില്ല. കിട്ടിയത് കൊണ്ട് സന്തോഷിക്കും. അങ്ങനെ ആ ഒരു പൂർണ്ണ സന്തോഷവാനായിട്ട് വിദേഹ രാജ്യത്ത് മിഥിലയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. എല്ലാ ദിവസവും ശരീരം നിലനിർത്താൻ ആവശ്യമുള്ളത് മാത്രം സമീപത്ത് വന്നു ചേരും. ആ വന്നു ചേർന്നതിന് അധികം വരില്ല, ആ കുറച്ചേ വരുള്ളൂ. അതുകൊണ്ട് സന്തോഷിക്കും ബ്രാഹ്മണൻ എന്നാണ്. ഉചിതമായിട്ട് ഗൃഹസ്ഥ ധർമ്മങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. അതേപോലെ തന്നെ ബഹുലാശ്വൻ എന്ന കീർത്തി കേട്ടതായിട്ടുള്ള മിഥിലാ രാജാവ് അഹങ്കാര ലേശം പോലും ഇല്ലാത്തവനാണ്. ആ ജനക മഹാരാജാവിന്റെ വംശത്തിൽ ജനിച്ചവനാണ്. അദ്ദേഹം നല്ല ശ്രീകൃഷ്ണ ഭക്തനാണെന്നാണ്. രണ്ടുപേരുടെയും ഭക്തി കൊണ്ട് ഭഗവാൻ സന്തോഷിക്കുകയാണ് എന്നാണ്. അപ്പോ ആ രണ്ടുപേരും നോക്കൂ, ഒരാള് രാജാവാണ്. അപ്പോ എന്താ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്? നമ്മൾ പറയും ആ പല ഉത്തരവാദിത്വങ്ങളും തിരക്കും ഉണ്ട്, അതുകൊണ്ട് ഭഗവാന്റെ കാര്യം നാമം ജപിക്കാൻ പറ്റണില്ല, സഹസ്രനാമം ജപിക്കാൻ പറ്റണില്ല, ഭാഗവതം വായിക്കാൻ പറ്റണില്ല. ഇവിടെ ഒരു രാജാവ് തന്നെ ഒരു ഉത്തമ ശ്രീകൃഷ്ണ ഭക്തനായിട്ടുള്ള കഥയാണ് ഇപ്പൊ പറയുന്നത്. രാജാവിന് ഉള്ള ഉത്തരവാദിത്വം എത്രയാ എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മുടെ ഉത്തരവാദിത്വങ്ങളൊന്നും അല്ല ഈശ്വരപ്രാപ്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഈശ്വരനെ അനുഭവിക്കണം എന്നൊരു മനസ്സുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വത്തിലൂടെയും നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ പറ്റും. അതാണ് ബഹുലാശ്വന്റെ കഥയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ബഹുലാശ്വൻ നല്ല ആ ശ്രീകൃഷ്ണ ഭക്തനായിരുന്നു എന്നാണ്. രണ്ടുപേരുടെയും ഭക്തി കൊണ്ട് സന്തോഷിച്ചിട്ട് ഭഗവാൻ രണ്ടുപേർക്കും ദർശനം കൊടുക്കാനായിട്ട്, അതായത് നമ്മുടെ ഉള്ളില് ഭഗവാനെ കുറിച്ചുള്ള ഭക്തി ശരിയായിട്ട് അതായത് ശുദ്ധമായി തീർന്നാൽ ഭഗവാനെ അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെ ഭഗവാൻ നമുക്ക് ദർശനം തരും.
ഇവിടെ ദാരുകൻ കൂട്ടിയ തേരില് ദാരുകനാൽ തേര് തെളിച്ചുകൊണ്ട് ഭഗവാൻ തന്നെ തേരിൽ കയറിയിട്ട് ശ്രുതദേവ ബ്രാഹ്മണനും ബഹുളാശ്വനും ദർശനം കൊടുക്കാനായിട്ട് എത്തുക. ഒറ്റയ്ക്കല്ല വരുന്നത്, പിന്നെയോ ഒരു 12 ഋഷിമാരെയും കൂടെ കൂട്ടിയിട്ടാ. കാരണം ഭഗവാനും ഭക്തന്മാരും വേറെയല്ല. ആ ജ്ഞാനി ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ആ ഭഗവാനും രണ്ടല്ല. ഞാനും എന്റെ ഭക്തനും തുല്യന്മാരാണ്, രണ്ടും ഒരേ ഭാവം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭേദഭാവന ഇല്ലാണ്ടാക്കാം. ഭക്തി കൊണ്ട് വേണ്ടത് ഭേദഭാവന ഇല്ലാണ്ടാവുകയാണ്. ആരെയാണ് ഭഗവാന്റെ കൂടെ വന്ന ഋഷിമാര്? നാരദോ വാമദേവോത്രി കൃഷ്ണോ രാമോസിതോരുടി അഹം ബൃഹസ്പതി കണ്ണോ മൈത്രേയ ശവനാദയാ. നാരദൻ, വാമദേവൻ, അത്രി, ദ്വൈപായനൻ, ഭാർഗവരാമൻ, അസിതൻ, ആരുണി, അതുപോലെ ശുഗമഹർഷി. നമ്മുടെ ശുഗമഹർഷി ഉണ്ട് അതിന്റെ കൂട്ടത്തില്. ബൃഹസ്പതി, കണ്വൻ, മൈത്രേയര് മുതലായിട്ടുള്ള മഹർഷിമാരാണ് ഭഗവാന്റെ കൂടെ ഉണ്ടായിരുന്നത് എന്നാണ്. അങ്ങനെ ഇപ്പോ ഭഗവാൻ ഋഷിമാരോട് കൂടി വരുന്നത് കാണുമ്പോ അവിടങ്ങളിലുള്ള ആളുകളൊക്കെ പൂജാദ്രവ്യങ്ങളൊക്കെ കയ്യിലെടുത്ത് ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ പൂജിച്ച് ഭഗവാനെ നമസ്കരിക്കുകയാണ്. അങ്ങനെ പല ദേശങ്ങളും പിന്നിട്ടിട്ട് ആനർത്ത ധന്യ ഗുരുജ അങ്കലക അംഗമത്സ്യ പാഞ്ചാല കുന്തി മധുകേയ കോസലാർണാഹ അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കടന്ന് അവിടെയുള്ള ആളുകളുടെ പൂജയൊക്കെ സ്വീകരിച്ചിട്ട് അവരൊക്കെയോ ഭഗവാനെ ഇങ്ങനെ കാണുക. ഭഗവാന്റെ ആ മുഖാരവിന്ദം ശരിക്ക് കണ്ണുകൊണ്ട് വാരിക്കോരി കുടിക്കണതൊന്നും ഭഗവാനെ നോക്കുന്നത് കണ്ട അവർക്കൊക്കെ പരമാനന്ദം ലഭിച്ചു എന്നാണ്. അങ്ങനെ ഭഗവാൻ ത്രൈലോക്യത്തിന്റെയും ഗുരുനാഥനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ ശരിക്ക് കാരുണ്യ കടാക്ഷം കൊണ്ട് അവരെയൊക്കെ അനുഗ്രഹിച്ച് അവർക്ക് അവരുടെ ക്ഷേമത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ച് അവർക്ക് ക്ഷേമം ഉണ്ടാക്കി കൊടുത്ത് അവസാനം പരമാർത്ഥ ജ്ഞാനത്തെയും നൽകിയിട്ടാണ് ആ അനുഗ്രഹിച്ചിട്ട് വരുന്നത്. ഇതാണ് ഭഗവാനെ ആശ്രയിച്ചാൽ ഉള്ള ഗുണം. ഭഗവാന്റെ ആ ഒരു പ്രസാദം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതവും ധന്യമായിട്ട് തീരും. അതുപോലെ തന്നെ ആ പരലോകത്തിലേക്കുള്ള വഴിയും തുറന്നു കിട്ടും. അല്ലെങ്കിൽ ആ ജീവിത ലക്ഷ്യത്തിലേക്കുള്ള വഴിയും തുറന്നു കിട്ടും. ജീവിത ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുന്നതാണ്. കാരണം ഭഗവാന്റെ മഹാത്മ്യങ്ങള് ആ ത്രൈലോക്യത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതും സകലവിധ അശുഭങ്ങളെയും നശിപ്പിക്കുന്നതുമാണ്. അത് ദേവന്മാരും മനുഷ്യന്മാരും ഒക്കെ ഗാനം ചെയ്യപ്പെടുന്നതാണ് ഭഗവാന്റെ യശസ്. അത് അങ്ങനെ എല്ലാവരും ആ ഭഗവാന്റെ മഹാത്മ്യത്തെ കീർത്തിക്കുന്നതൊക്കെ കേട്ടിട്ട് അവരെയൊക്കെ അനുഗ്രഹിച്ച് ഭഗവാൻ വിദേഹ രാജ്യത്തിൽ എത്തുകയാണ് എന്നാണ്. തന്റെ രാജ്യത്തിലേക്ക് ഭഗവാൻ എത്തിയിരിക്കണോ എന്ന് കേട്ടപ്പോ ഇപ്പോ കൃഷ്ണഭക്തന്മാരായിട്ടുള്ള ശ്രുതദേവ ബ്രാഹ്മണനും രാജാവായിട്ടുള്ള ബഹുലാശ്വനും ശരിക്ക് അതായത് ഈ ശ്രുതദേവ ബ്രാഹ്മണന്റെ ഉള്ളിൽ ഭക്തി മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് സ്വീകരിക്കാൻ ആ ഭക്തി തന്നെ ജ്ഞാനവും വൈരാഗ്യവുമാകുന്ന ഭാവത്തില് അദ്ദേഹം ഭഗവാനെ സ്വീകരിക്കാൻ വരികയാണ്. ബഹുലാശ്വനാണെങ്കിലോ സകലവിധ പരിവാരങ്ങളോടും കൂടെ ആ സൈന്യങ്ങളോട് കൂടിയിട്ടാണ് ഭഗവാനെ സ്വീകരിക്കാനായി കൊണ്ടുവരുന്നത് എന്നാണ്. രണ്ടുപേരും ഭഗവാനെ എതിരേറ്റു ഋഷിമാരോട് കൂടിയിട്ട് ആ പൂജാദ്രവ്യങ്ങളൊക്കെ കയ്യിലെടുത്ത് ഭഗവാനെ പൂജിക്കുകയാണ് എന്നാണ്. ഇപ്പൊ പൂജിച്ച് ഇപ്പോ ഭഗവാനും വളരെ സന്തോഷമായി. ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ കണ്ടപ്പോ ദൃഷ്ടുവാദ ഉത്തമ ശ്ലോകം പ്രീതിൻ പുല്ലരാശയാം. അപ്പോ ആ ഉത്തമ ശ്ലോകനായിട്ടുള്ള ഭഗവാനെ കണ്ടതോടുകൂടെ അവരുടെ മുഖം ശരിക്ക് സൂര്യപ്രകാശത്തിൽ വിരിഞ്ഞ താമരപ്പൂ പോലെയായി എന്നാണ്. അവര് ശരിക്ക് ആ ശിരസിന് മീതെ കൈകൾ കൂപ്പിപ്പിടിച്ച് ഭഗവാന്റെ പാദങ്ങളില് അതുപോലെ ഭഗവാന്റെ കൂടെയുള്ള മഹർഷിമാരുടെ പാദങ്ങളിലും വീണ് നമസ്കരിക്കുക. ഭഗവാനെ കുറിച്ചൊക്കെ അവർക്ക് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ അല്ലെങ്കിൽ ശ്രുതദേവ ബ്രാഹ്മണനും ബഹുലാശ്വനും അറിഞ്ഞിട്ടുണ്ട്. കൂടിയുള്ള ഋഷിമാരെപ്പോ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭഗവാനെ എപ്പോഴും ഹൃദയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ബഹുലാശ്വനും ശ്രുതദേവനും. പക്ഷെ ഋഷിമാരെ എപ്പോഴാണ് കാണുന്നത്? അപ്പോ രണ്ടു കൂട്ടരെയും വേണ്ടതുപോലെ ഭഗവാനെയും ഋഷിമാരെയും നമസ്കരിച്ചു സാഷ്ടാംഗമാണ്. ഇപ്പോ ജഗദ്ഗുരുവായിട്ടുള്ള ഭഗവാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കാനാണ് എന്ന് മിഥിലാ രാജാവും ശ്രുതദേവ ബ്രാഹ്മണനും ആ ശരിക്ക് വിചാരിച്ചിട്ട് ആ ഭഗവാന്റെ പാദങ്ങളിൽ ദണ്ഡ നമസ്കാരം ചെയ്യുകയാണ്. അങ്ങനെ കുറച്ചു നേരം ഒന്നും മിണ്ടാൻ വയ്യാണ്ട് ഭഗവാന്റെ മുമ്പില് കൈകൾ അങ്ങനെ കൂപ്പിപ്പിടിച്ച് അങ്ങനെ തന്നെ നിന്നു എന്നാണ്. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഭഗവാനെ അവിടുന്ന് ഇപ്പോ ഞങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ബോധ്യായി ഋഷിമാരോട് കൂടിയിട്ട് ഏതായാലും നിങ്ങൾ അതായത് ആ ഋഷിമാരോട് കൂടിയിട്ട് ഭഗവാനെ എന്റെ വീട്ടിലേക്ക് വരണം എന്ന് ശ്രുതദേവ ബ്രാഹ്മണൻ, എന്റെ കൊട്ടാരത്തിലേക്ക് വരണം എന്ന് ആ ബഹുലാശ്വൻ എന്ന രാജാവ്, രണ്ടുപേരും ഒരേ സമയത്ത് ഋഷിമാരോടുകൂടി ഭഗവാനെ ക്ഷണിക്കുകയാണ്. അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, രണ്ടു പേർക്കും അപ്രിയം വേണ്ട, രണ്ടു പേർക്കും അതായത് പ്രിയം ചെയ്യണം എന്ന് വിചാരിച്ചു.
രണ്ടുപേരെയും ഒരേ സമയത്ത് അനുഗ്രഹിക്കണം എന്ന് നിശ്ചയിച്ചു എന്നാണ്. സർവത പാണിപാതാന്തെ സർവതോക്ഷി ശിരോമുഖനായിട്ടുള്ള ഭഗവാന് എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഉള്ള ആൾക്കാരെ ഒന്നായിട്ടുള്ള ആളെ രണ്ടാവാൻ വലിയ വിഷമമുണ്ടോ? ഇല്ല. നോക്കൂ, ബ്രഹ്മസ്തുവില് ബ്രഹ്മാവിന്റെ മുമ്പില് ആ കാലിക്കോലും ഓടക്കുഴലും ആ പശുക്കളും പശുക്കുട്ടികളും അവര് ധരിച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് മാറിയ ഭഗവാന് രണ്ട് സ്വരൂപം സ്വീകരിക്കാൻ വിഷമമുണ്ടോ? ഒരു വിഷമമില്ല. ഭഗവാൻ എന്താ ചെയ്തത്? താൻ തന്നെ രണ്ട് സ്വരൂപം സ്വീകരിച്ചു എന്നാണ്. തന്റെ കൂടെയുള്ള ഋഷിമാരെയും അതുപോലെ രണ്ട് സ്വരൂപം സ്വീകരിപ്പിച്ചു. നോക്കൂ, ഇതുകൊണ്ട് എന്താ ഭഗവാൻ ഉണ്ടാവുന്ന അതേ ഗുണങ്ങളൊക്കെ ഭഗവത് ഭക്തന്മാർക്കും ഉണ്ട് എന്ന് കാണിച്ചു തരികയാണ്. അപ്പൊ ഭഗവാനെ ആശ്രയിക്കുന്നത് പോലെ ഭക്തന്മാരെ ആശ്രയിച്ചാലും ആ ഭഗവത് അനുഗ്രഹം പോലെ ഭക്തന്മാർക്കും അനുഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അത് കാണിച്ചത് ഭഗവാനും വേറെ ഭക്തൻ വേറെ അല്ല, ഭഗവാനും ഭക്തനും ഒന്ന്. ഇതാണ് ഇവിടെ കാണിച്ചു തരുന്നത് എന്നാണ്. അങ്ങനെ 12 ഋഷിമാരെയും രണ്ട് സ്വരൂപം സ്വീകരിപ്പിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരുടെ കൂടെ അങ്ങ് പോവുകയാണ്. രണ്ടാളും വിചാരിച്ചത് എന്താ? എന്റെ കൂടെ ഭഗവാനും ഋഷിമാരും വരുന്നുണ്ട്. ആ മൂപ്പരും വിചാരിച്ചു എന്റെ കൂടെയും കൃഷ്ണനും ഭഗവാനും വരുന്നുണ്ട്. അവര് അവർക്കത് അതായത് അത് മനസ്സിലാക്കി. എന്റെ കൂടെയാ വരുന്നത് എന്നാണ് രണ്ടുപേരും വിചാരിച്ചത് എന്നാണ്. അപ്പോ ഇവിടെ ഒരേ സമയത്ത് തന്നെ രണ്ടുപേരുടെയും കൂടെ ഒന്നിച്ചു പോവുകയാണ്. സുതദേവനും ബഹുലാശ്വനും ഭഗവാൻ തന്റെ കൂടെയാണ് വരുന്നത് എന്നാണ് കരുതിയത്. രണ്ടുപേരുടെയും ഒന്നിച്ച് ആ രണ്ടുപേരുടെയും കൂടെ രണ്ട് സ്വരൂപം സ്വീകരിച്ചു പോയത് അവർ രണ്ടുപേരും അറിഞ്ഞില്ല എന്നാണ്. അങ്ങനെ തന്റെ രാജധാനിയിലേക്ക് വന്ന ശ്രീകൃഷ്ണനെയും മഹർഷിമാരെയും ബഹുലാശ്വൻ ഭക്തിയോടുകൂടി സൽക്കരിക്കുക. 13 സിംഹാസനങ്ങൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചു. നടുവില് ഭഗവാനെ ഇരുത്തി മഹർഷിമാരെ 2 ഭാഗങ്ങളിലുമായിട്ട് ഇരുത്തിയിട്ട് ഭഗവാന്റെയും മഹർഷിമാരുടെയും കാല് കഴുകിച്ച് ആ പാദതീർത്ഥത്തെ കുടുംബസമേതം ശിരസിൽ ധരിച്ചു ബഹുലാശ്വൻ എന്ന രാജാവ് എന്നാണ്. എന്താ? അപ്പൊ ഭഗവാന്റെ പാദതീർത്ഥവും ഭക്തന്മാരുടെ പാദതീർത്ഥവും സമാണ്. അത് രണ്ടിനും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട് എന്ന് കാണിച്ചു തരികയാണ്. സർവേശ്വരനായിട്ടുള്ള കൃഷ്ണനെയും ഈശ്വരതുല്യന്മാരായിട്ടുള്ള മഹർഷിമാരെയും ശരിക്കും സുഗന്ധമായിട്ടുള്ള മാലിന്യങ്ങള്, വസ്ത്രാഭരണങ്ങള്, ധൂപദീപങ്ങള് ഇവയെ കൊണ്ടൊക്കെ ആരാധിക്കുകയാണ്. വിശേഷപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നൽകി അവരെയൊക്കെ സൽക്കരിച്ചു എന്നാണ്. അത് കഴിഞ്ഞ് ഭഗവാന്റെ കാൽക്കൽ ഇരുന്നിട്ട് ഭഗവാന്റെ പാദകമലങ്ങളെ തന്റെ മടിയിലെടുത്ത് വെച്ച് തടവിക്കൊണ്ട് ബഹുലാശ്വൻ സന്തോഷത്തോട് കൂടിയിട്ട് ഭഗവാനോട് പറഞ്ഞു എന്നാണ്. ഭഗവാനെ അവിടെ നിന്ന് ആരാ? സർവവ്യാപി ഭഗവാൻ ചി സർവഭൂതാനാം ആത്മാ സാക്ഷി സ്വദൃഗ്വിഭോ അത് നത്വൽപദാംബോജം സ്മരതാം ദർശനംഗത. രാജാവ് പറയുകയാണ്, ഭഗവാനെ അവിടുന്ന് സർവവ്യാപിയാണ് അല്ലെ. സർവവ്യാപിയായിട്ട് വിളങ്ങുന്ന ഭഗവാനെ അവിടുന്ന് സ്വയം പ്രകാശ സ്വരൂപിയ, എല്ലാവരുടെയും ആത്മാവായിട്ട് അവരുടെയൊക്കെ അന്ധകരണത്തിന്, അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതാണ് ഈ 4 എണ്ണത്തിനെയാണ് അന്ധകരണം എന്ന് പറയുക. അന്ധകരണ ചതുഷ്ടയം എന്നാണ് ഇതിന് ശാസ്ത്രം പറയുക. അപ്പൊ ഈ അന്ധകരണത്തിന് സാക്ഷിയായിട്ട് ഈ വർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള ചിന്താഗതി മനസ്സിലാക്കിയിട്ട്, അതായത് നമ്മുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് നമ്മളെക്കാളും കൂടുതൽ അറിയുന്നത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഇവിടെ അന്ധകരണ സാക്ഷിയായിട്ടുള്ള ചൈതന്യം എന്ന് പറഞ്ഞത് ഭഗവാനെ. അപ്പോ ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെ അന്ധകരണത്തില്, അതായത് ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് ബഹുലാശ്വന്റെ ഭാവം. അതായത് രാജാവായിട്ടുള്ള ഞാന് എപ്പോഴും മനസ്സുകൊണ്ടും അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇതിനെ കൊണ്ടൊക്കെ എപ്പോഴും ഭഗവാനെ തന്നെ സ്മരിക്കുക. അപ്പൊ എന്റെ ഉള്ളില് ഭഗവത് സ്മരണ മാത്രമേ ഉള്ളൂ. അപ്പോ ആ എപ്പോഴും അങ്ങയുടെ പാതാരവിന്ദങ്ങളെ സ്മരിച്ചു കഴിയുന്ന എനിക്ക് ദർശനം തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളി വന്നിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. എന്താ ഭഗവാന്റെ സ്വഭാവം? ഭക്തന്മാരെ ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ട് കണക്കാക്കുന്ന അല്ലെ. ഉദ്ധവനോട് ഭഗവാൻ പറയുന്നുണ്ട്, ഉദ്ധവ എനിക്ക് ഇത് ബലരാമനെയോ ലക്ഷ്മി ദേവിയെയോ നോക്കൂ, എന്നെ തന്നെയോ എനിക്കിഷ്ടമല്ല. ആരെ പോലെ? ഭക്തന്മാരെ പോലെ എന്നാണ്. അതായത് അങ്ങയെപ്പോലുള്ള ഭക്തന്മാരോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം, അങ്ങയോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഉദ്ധവനോട് ഭഗവാൻ പറയണത് ഏകാദശത്തില്. അപ്പൊ അങ്ങയോടുള്ള ഇഷ്ടം പോലെ എനിക്ക് ബലരാമനോടോ ലക്ഷ്മി ദേവിയോടോ എന്റെ ശരീരത്തെ പോലും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് അങ്ങയെപ്പോലുള്ള ഭക്തന്മാരോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ആ വാക്ക് സത്യമാക്കി തീർക്കാനാണ് അവിടുന്ന് ഇന്ന് എനിക്ക് ദർശനം തന്നത് എന്നാണ് ബഹുലാശ്വ രാജാവ് പറയുന്നത്. അങ്ങനെ ഭക്തന്മാരെ ഇത്രയധികം സ്നേഹിക്കുന്ന, തന്നെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന അങ്ങയെ, ഭഗവാനെ ഈ തത്വം അറിയുന്ന ആരാണ് ഉപാസിക്കാതിരിക്കുക? അങ്ങയെ ഉപേക്ഷിക്കുക എന്നുള്ളത് പറ്റില്ലല്ലോ ആർക്കുന്നാണ്. എന്താ? എല്ലാം ഉപേക്ഷിച്ച ശാന്തന്മാരായിട്ടുള്ള സന്യാസിമാര്
അവര് ആ യാതൊന്നും ആഗ്രഹിക്കാത്ത ആളുകളാണ്. ഓനത ചരണാഭോജമേവം വിസർജൽ പുമാൻ നിഷ്കിഞ്ചനാനാം ശാന്താനാം മുനീനാം യസ്ത്വമാത്മത. അതായത് എല്ലാം ഉപേക്ഷിച്ച ശാന്തന്മാരായിട്ടുള്ള മഹർഷിമാർക്ക് ആ ഭഗവാൻ തന്നെ കൊടുത്ത് അനുഗ്രഹിക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ അങ്ങനെ ആ ഉള്ള ഭഗവാൻ ഈ ജനിച്ചും മരിച്ചും എന്താ ആ സംസാര ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തില് ജനിച്ചും മരിച്ചും ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരുടെ ആ സംസാര ദുഃഖത്തെ തീർത്ത് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇപ്പോ ആ യദുവംശത്തില് യോപതീതി യഥോർവംശേ നൃണാം സംസരതാമിഹ യശോവിധേന തച്ചാന്തി ത്രൈലോക വൃജിനാവഹം അല്ലേ. ലോകത്തെ അനുഗ്രഹിച്ച് അവർക്ക് ആ സംസാര ദുഃഖം ഇല്ലാണ്ടാക്കി അവർക്ക് ശാന്തിയെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സർവ്വ പാപങ്ങളും നശിപ്പിക്കുന്ന അവിടുത്തെ യശസ്സിനെ ഈ 3 ലോകങ്ങളിലും പരത്തി ഇപ്പൊ അവതാര സ്വരൂപിയായിട്ട് ഇവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന് നമസ്തുഭ്യം ഭഗവതേ കൃഷ്ണായ ഗുഢമേധസേ നാരായണായ ഋഷയേ സുശാന്തന്തവ ഈയുഷേ പറയുകയാണ്. അങ്ങനെയുള്ള ആ ഭഗവാന് എന്റെ നമസ്കാരം. ആരാ ഭഗവാൻ? അതായത് ആ ഒരിക്കലും ജ്ഞാനത്തിന് മറവോ മുറിവോ ഇല്ലാത്തവനും നാരായണ ഋഷിയുടെ രൂപത്തില് വളരെ കാലം തപസ് അനുഷ്ഠിച്ചവനുമാണ് അങ്ങ് എന്നാണ്. അങ്ങനെയുള്ള സർവജ്ഞനായിട്ട് അവിടത്തേക്ക് നമസ്കാരം. അതായത് നരനാരായണ അവതാരത്തെ കുറിച്ച് ചതുർത്ഥ സ്കന്ധത്തിൽ പറയുന്നുണ്ട് ഭാഗവതത്തില് എന്നാണ്. ഈ നരനാരായണന്മാർ ഒരുപാട് കാലം തപസ് അനുഷ്ഠിച്ച കൂട്ടരാണ്. ആ നരനാരായണന്മാരാണ് പിന്നെ ആ നരൻ അർജുനനായിട്ടും പിന്നീട് അതായത് നാരായണൻ ആ പിന്നെ കൃഷ്ണനായിട്ടും വരുന്നത് എന്നാണ്. പിന്നെ അടുത്ത അധ്യായത്തിലും അതിനെക്കുറിച്ചൊന്ന് പരാമർശിക്കുന്നുണ്ട് എന്നാണ്. അപ്പൊ ആ തപസ് കൊണ്ട് ആ ഒരുപാട് കാലം തപസ് ചെയ്തിട്ടുള്ള കൂട്ടരാണ്. അങ്ങനെയുള്ളവർ നിങ്ങള് ഇപ്പോ അനുഗ്രഹിക്കാൻ വേണ്ടി ലോകത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ആ സർവജ്ഞനായിട്ടുള്ള അവിടുന്ന് ഇപ്പോ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് നമസ്കാരം എന്നും പറഞ്ഞ് നമസ്കരിക്കുകയാണ്. എന്നിട്ട് ആ ബഹുലാശ്വൻ പറഞ്ഞു, ഭഗവാനെ ഇനി എനിക്കൊരു അപേക്ഷയുണ്ട് അവിടത്തോട്. എന്താ അപേക്ഷ? കുറച്ചു കാലം ഇനി ഈ ബ്രാഹ്മണരോട് കൂടെ, അതായത് ഋഷിമാരോട് കൂടെ ദിനാനി കതിജിൽ ഭൂമൻ ഗൃഹാന്നോ നിവസദ്വിജയ് സമേത പാദരസ പുനീഹിതം നിമേ കുലം. ഈ മഹർഷിമാരോട് കൂടെ കുറച്ച് ദിവസം ഞങ്ങളുടെ രാജ്യത്ത് താമസിക്കുക ഈ മിഥിലയില്. എന്നിട്ടോ ഈ നിമി വംശത്തെ ഒന്ന് പരിശുദ്ധമാക്കി തരണേ എന്നാണ്. നിമിയുടെ വംശത്തിൽ നിന്നാണ് ഇവരൊക്കെ ഉണ്ടായിരിക്കുന്നത്, വിദേഹന്മാര്. അപ്പോ ഈ വംശത്തെ ഒന്ന് പവിത്രീകരിക്കണം എന്നാണ്. ഇത് കേട്ട് ഭഗവാൻ അവിടെ കുറച്ച് ദിവസം താമസിച്ചു എന്നാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ഈ മിഥിലക്കാരൊക്കെ ആത്മജ്ഞാനികളായിട്ട് തീർന്നതേ. ഇതിലേക്ക് ഇത്രയും പ്രഭാവം ഉണ്ടായതും ഭഗവാൻ അവിടെ കുറച്ചു കാലം താമസിച്ചത് കൊണ്ടാണെന്ന് പറയുക. അത് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ശുദ്ധദേവ ബ്രാഹ്മണന്റെ ആശ്രമത്തിലേക്ക് പോകാമെന്നാണ്. ഇപ്പൊ ഭഗവാൻ ഋഷിമാരോടുകൂടി തന്റെ ആശ്രമത്തിലേക്ക് വരുന്നത് കണ്ടപ്പോ എന്തെന്നില്ലാത്ത സന്തോഷം ശുദ്ധദേവ ബ്രാഹ്മണന്. ആ സന്തോഷം കൊണ്ട് മതിമറിഞ്ഞ ശരീരത്തിൽ തന്നെ മറന്ന ബ്രാഹ്മണൻ എന്താ ചെയ്തത്? തന്റെ ഉത്തരിയും ആകാശത്തിലേക്ക് വീശിയിട്ട് ഭഗവാൻ വരുന്ന ആ സന്തോഷത്തെ അറിയിക്കുകയാണ്. ആ തുള്ളിക്കളിക്ക് ആനന്ദ നൃത്തം ചെയ്യുകയാണ് ഭഗവാന്റെ വരവ് കണ്ടപ്പോ എന്നാണ്. ചില നാമഘോഷ നാമസങ്കീർത്തനത്തിലൊക്കെ ചില ഭക്തന്മാർ ഇപ്പോഴും ആ ഒരു ഭാവം പ്രകടിപ്പിക്കാറുണ്ട് എന്നാണ്. ആ മുന്നിൽ നിന്ന് ആ ഉത്തരിയൊക്കെ ആകാശത്തിലേക്ക് എറിഞ്ഞ് ആ ആനന്ദത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടുന്നതാണ്. ഈ ഒരു അനുഭവമാണ് ഇപ്പോൾ സുഖദേവ ബ്രാഹ്മണൻ കാണിക്കുന്നത് എന്നാണ്. അത് കഴിഞ്ഞ് തന്റെ ആ പർണശാലയിലേക്ക് അവരെ ക്ഷണിച്ചു. എന്നിട്ടോ അവിടെ ദർഭ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള തടുക്ക്, അതില് നടുവില് ഭഗവാനെ ചുറ്റും ഈ പറഞ്ഞതുപോലെ ഋഷിമാരെയും ഇരുത്തി എന്നാണ്. ആ ഇരുത്തി ഭാര്യാസഹിതനായിട്ട് സുഖദേവ ബ്രാഹ്മണൻ സന്തോഷത്തോടു കൂടിയിട്ട് ഭഗവാന്റെയും മഹർഷിമാരുടെയും കാലുകളൊക്കെ കഴുകി, പാദങ്ങള് കഴുകിയിട്ട് അതാ ജലം തന്റെ ഗൃഹത്തിലും ആ വീട്ടിലുള്ള ആളുകളുടെയും തന്റെയും ഭാര്യയുടെയും ശിരസിലൊക്കെ തളിച്ചു അഭിഷേകം നടത്തി എന്നാണ്. ഇപ്പോ ഭഗവാന്റെയും ഭക്തന്മാരുടെയും പാദതീർത്ഥം ശിരസിൽ ധരിച്ചതോടുകൂടെ തന്റെ എല്ലാവിധ മനോരഥങ്ങളും സാധിച്ചു എന്നാണ്. ഇപ്പൊ പൂർണ്ണനായിട്ട് തീർന്നു എന്നാണ് സുഖദേവ ബ്രാഹ്മണന്റെ ഭാവം. അതാ ഭഗവാന്റെ പാദതീർത്ഥം ശിരസിൽ ധരിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർണ്ണമായിട്ട് തീരും. അതായത് ബുദ്ധി ശുദ്ധമാകും തീർത്ഥം ശിരസിൽ ധരിച്ചാൽ എന്നാണ്. ബുദ്ധി ശുദ്ധമാവാതിരിക്കുന്നത് എപ്പോഴാ? ഈ ബുദ്ധി ലോകത്തിലെ പദാർത്ഥങ്ങളുടെ പിന്നാലെ പോകുമ്പോഴാണ് ബുദ്ധി അശുദ്ധമാകുന്നത്. അതേ ബുദ്ധിക്ക് അതീതനായിട്ടുള്ള പരമാത്മ തത്വത്തെ അല്ലെങ്കിൽ ആ തത്വത്തെ അറിയ രീതിയിൽ അഭിമുഖമായിട്ട് സഞ്ചരിച്ചാലോ ബുദ്ധി ശുദ്ധമാകുകയാണ്. എപ്പോഴാണോ ബുദ്ധി ശുദ്ധാകുക? ഭഗവാന്റെ ഭാവം ബുദ്ധിയിൽ ഉറയ്ക്കുമ്പോൾ. അതാണ് നമ്മളൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് സേവിച്ചിട്ട് കുറച്ച് ശിരസിൽ ധരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ആ ബുദ്ധി ഒന്ന് ജീവിതം ഈശ്വരൻ തന്നെ ഈശ്വരമയമായിട്ട് തീരും.
ആ ഈശ്വരനെ പ്രസാദിപ്പിക്കുന്ന തരത്തിലായിട്ട് തീരും. പക്ഷെ നമ്മളിപ്പോ എന്ത് തളിച്ചാലും ഇവിടെയൊന്നും ശുദ്ധാവാൻ പോണില്ല. കാരണം അതിനെ ശുദ്ധാക്കണമെങ്കിൽ ഒരുപാട് എന്നുണ്ട് എന്നാണ്. നമ്മളിപ്പോ സ്വാഭാവികമായിട്ട് ഒരു എക്സസൈസ് പോലെ ഇവിടുന്ന് കിട്ടി, ഇവിടുന്ന് കഴിച്ചു, കുറച്ച് അറിയാണ്ടത് ഇവിടെയും തളിച്ചു. ആ ഒരു ഭാവം എന്തിനാ തളിക്കണമെന്ന് അറിയില്ല. കാരണം ഉള്ളും ആ ബുദ്ധിയും മനസ്സും ശുദ്ധമാക്കി തീർക്കലാണ്. അപ്പോ മനസ്സും ബുദ്ധിയും ശുദ്ധമായി കഴിഞ്ഞാൽ ഇതാണല്ലോ ജീവന്റെ ഉപാധിയായിട്ടിരിക്കുന്നത്. അപ്പൊ ആ ജീവന് പിന്നെ ഈശ്വരനെ പ്രാപിക്കാനുള്ള ഭാവമായി. പിന്നെ ആ ജീവൻ പിന്നെ സംസാര ദുഃഖം അനുഭവിക്കില്ല, പിന്നെ ഭൂമിയിലേക്ക് വരില്ല. ആ ഒരു ഭാവത്തെ കാണിക്കാനാണ് പറഞ്ഞ. പിന്നെ വിവിധതരം പൂജാദ്രവ്യങ്ങള്, അതുപോലെ തന്നെ ഫലങ്ങള്. അതായത് ബഹിലാശ്വ രാജാവ് അവിടെ സമർപ്പിച്ച പോലെയൊന്നുമില്ല. ഇവിടെ ശരിക്കും കാട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളും, അതുപോലെ തന്നെ ആ വരുന്നെല്ല് പറിച്ചു കൊണ്ടുവന്നിട്ട് അത് കുത്തി അരിയാക്കിയിട്ട് അതിന്റെ നേദ്യം ചോറ്, അതുപോലെ തന്നെ രാമച്ച ഇട്ട് സുഗന്ധിയാക്കി തീർത്തിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട്, അതുപോലെ നല്ല സുഗന്ധ പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാന്റെ പാദം പൂജിക്കുക, ആ തുളസി താമര തുടങ്ങിയിട്ടുള്ളത് കൊണ്ടൊക്കെ. അപ്പോ ഇങ്ങനെ ഭഗവാനെ അവിടെ നിന്ന് കിട്ടിയ സാധനങ്ങളെ കൊണ്ട് പൂജിക്കുകയാണ്. അതൊക്കെ ശരിക്കും സത്വഗുണം വർദ്ധിപ്പിക്കുന്ന ആ അന്നം, അതാണ് പൂജ. അതായത് ഭഗവാനെ നിവേദിച്ചത് എന്ന്, അതാണ് വരുന്നതിന്റെ ചോറ്, അതാണ് സത്വഗുണം വർദ്ധിപ്പിക്കുന്നത് എന്നൊക്കെ പറയുക. അപ്പൊ അത് കൊടുത്ത് സൽക്കരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സതർക്കയാമാസകുതോ മാന്യുഭൂൽ ഗൃഹാന്ത കൂപേ പതിതസ്യ സംഗമ സർവതീർത്ഥാത്മത പാദരേണുഭി കൃഷ്ണേന ചാസ്യാത്മനികേത ഭൂസുരേ. പറയുകയാണ് ഭഗവാനെ, ഇപ്പൊ അവിടുന്ന് ഇന്ന് മാത്രമേ എനിക്ക്, അതായത് അവിടത്തെ ഇപ്പൊ പൂജിച്ചു സർവ്വതീർത്ഥങ്ങളുടെയും സർവ്വതീർത്ഥങ്ങളുടെയും സ്ഥാനമായിട്ടുള്ള ആ പാദരേണുക്കളോട് കൂടിയ കൃഷ്ണനോടും ഭഗവാന്റെ സ്വരൂപത്തെ എപ്പോഴും ഹൃദയത്തിൽ ധരിച്ചിരിക്കുന്ന ആ പരിശുദ്ധരായിട്ടുള്ള ബ്രാഹ്മണരോടും കൂടിയിട്ടുള്ള ചേർച്ച എനിക്ക് ഉണ്ടായത് ഏതോ ഒരു സുഹൃത വിശേഷം കൊണ്ട് തന്നെ. ഭഗവാനെ കാണാൻ കഴിഞ്ഞത്, ഭഗവാന്റെ പാദതീർത്ഥം ധരിക്കാൻ കഴിഞ്ഞത്, ഭഗവാന്റെ ഭക്തന്മാരെ കാണാൻ കഴിഞ്ഞതും അവരുടെ പാദതീർത്ഥം ധരിക്കാൻ കഴിഞ്ഞതും ഏതോ ജന്മത്തിൽ ചെയ്ത സുഹൃത വിശേഷം ഒന്നുകൊണ്ട് മാത്രമാണ്. അതിന് മാത്രം എന്ത് പുണ്യാണ് ഞാൻ ചെയ്തത് എന്നാണ് സുതദേവ ബ്രാഹ്മണന്റെ ചിന്ത. എല്ലാവരെയും വേണ്ട വിധത്തില് സൽക്കരിച്ച് പൂജിച്ചതിന് ശേഷം ഭഗവാന്റെ പാദങ്ങള് തന്റെ മടിയിലെടുത്ത് വെച്ച് ആ പാദത്തെ തലോടിക്കൊണ്ട് സുതദേവ ബ്രാഹ്മണൻ പറഞ്ഞു, നാദിനോ ദർശനം പ്രാപ്ത പരം പരമപുരുഷ ഗർഹീതം ശക്തി വിസൃഷ്ട പ്രവിഷ്ടോഹി ആത്മസത്തയാ. ഭഗവാനെ, അവിടുന്ന് ഇന്ന് മാത്രമേ ഞങ്ങൾക്ക് ദർശനം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ വയ്യ എന്നാണ്. എന്താ ഭഗവാൻ എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കില്ല എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് ലളിതാസഹസ്രനാമത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സദാശിവാനുഗ്രഹത പഞ്ചകൃത്യപരായണ അവിടെ പറയുന്നുണ്ട് അല്ലെ. എപ്പോഴും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. നമ്മളെ നല്ല ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും ലോകത്തെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോ എപ്പോഴും സർവത്ര അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അതിനൊരു പിന്നെ ഉദാഹരണം പറയുന്നത്, അതായത് ഭഗവാൻ തന്റെ ഈ പ്രപഞ്ചത്തെ തന്റെ മായാശക്തി കൊണ്ട് സൃഷ്ടിച്ചിട്ട് ആത്മസ്വരൂപേണ ഓരോ ജീവജാലങ്ങളിലും, അതായത് സൃഷ്ടിയുടെ ആദ്യകാലം അന്ന് തുടങ്ങി, അതായത് ഭഗവാൻ തന്റെ മായാശക്തി കൊണ്ട് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് അനവധി ജീവജാലങ്ങളെ സൃഷ്ടിച്ചുല്ലോ. ആ സൃഷ്ടിയുടെ കാലത്ത് തന്നെ തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളുടെ ഉള്ളില് പ്രവേശിച്ചവനുമാണ് അല്ലെ. ഭഗവാൻ തന്നെയാണ് എല്ലാ ജീവന്മാരുടെ ഉള്ളിലും വിളങ്ങുന്നത്. അപ്പൊ അന്ന് മുതല് എന്ന് ഈ പ്രപഞ്ചം ഉണ്ടായോ അന്ന് മുതൽ ഈ പ്രപഞ്ചത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ദർശനം കൊടുത്തുകൊണ്ടിരിക്കുക ഭഗവാന്റെ സാന്നിധ്യ വിശേഷം കൊണ്ട്. അപ്പൊ ഇന്ന് മാത്രമാണോ ഭഗവാൻ അനുഗ്രഹിച്ചത്? അല്ല, എന്നും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചം ഉണ്ടായ കാലം മുതൽ പ്രപഞ്ചത്തെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ആ പ്രപഞ്ച വസ്തുക്കളിലൊക്കെ അന്തിനിയാമിയായിട്ട് അവിടുന്ന് പ്രകാശിച്ചിട്ട് എന്ന് പറയുകയാണ്. അതായത് ഈ സ്വപ്നം കാണുന്ന ആള് ആ സ്വപ്നം കാണുന്ന സമയത്ത് യഥാ ശയാന പുരുഷോ മനസൈവാത്മമായ സൃഷ്ട്വാ ലോകം പരം സ്വപ്നം അനുവിശ്യാവഭാസതേ. ഉറങ്ങിക്കിടക്കുന്ന പുരുഷൻ സ്വപ്നത്തില് അതായത് വാസ്തവത്തിൽ അവിടെ ഉറങ്ങുന്ന ആള് മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. പക്ഷെ ആ സ്വപ്നത്തിലോ അയാൾ വേറെ എന്തൊക്കെയോ കാണുന്നുണ്ട്. അയാളല്ലാണ്ട് വേറെ വല്ലതും ഉണ്ടോ സത്യത്തിൽ? അവിടെ ഇല്ല. അപ്പൊ താൻ തന്നെ തന്റെ മനസ്സുകൊണ്ട് തന്നെ പലതായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെയാണ് ഏകനായിട്ടുള്ള ആത്മാവ് ഈ പ്രപഞ്ചത്തില് പലവിധ ശരീരങ്ങളായിട്ടും പ്രകാശിച്ച് ആ ശരീരങ്ങളെയൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട് ഇരിക്കണത് എന്ന് പറയുകയാണ്. അതിലൊക്കെ എല്ലാ ശരീരങ്ങളിലും ചൈതന്യമായിട്ട് അവിടുന്ന് തന്നെയാണ് വഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ഷൃണ്വതാം ഗതതാം ശശ്വർ അർച്ചതാം താപിബന്ധതാം നൃണാം സമ്പദതാം അന്തർഹൃതി ഭാസ്യമലാത്മനാം അറിയാണ്. അങ്ങനെയുള്ള അവിടുത്തെ കഥകൾ കേൾക്കുക,
കീർത്തിക്കുക, എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ അർച്ചിക്കുക, ആ പാദത്തിലൊന്ന് നമസ്കരിക്കുക, ആ തത്വത്തെക്കുറിച്ച് എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ തത്വത്തെക്കുറിച്ച് സംവദിക്കുക. ഇങ്ങനെയുള്ള ആ ജ്ഞാനികളുടെ ഹൃദയത്തില്, ഭക്തന്മാരുടെ ഹൃദയത്തില് ആ ഭഗവാൻ എപ്പോഴും വസിക്കുന്നു എന്ന് പറയുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ഭഗവാനാണ് വസിക്കുന്നത്. പക്ഷേ ഇത് ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുക, അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഈശ്വരനാണ് എന്നുള്ള ഭാവം വരുന്നത് ഭക്തന്മാർക്കും ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ജപിക്കുന്നവർക്കും, നാമം ജപിക്കുന്ന സമയത്ത്, കീർത്തനങ്ങൾ ആലപിക്കുന്ന സമയത്ത്, കഥകൾ കേൾക്കുന്ന സമയത്ത്, വേദാന്ത രഹസ്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ അവർക്ക് ബോധ്യം ഉണ്ടാവും നമ്മുടെ ഉള്ളിൽ ഈശ്വരനാണ്. അല്ലാത്ത ആളുകൾക്ക് ബോധ്യം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ ഉള്ളിലും ഉണ്ട്, മറ്റുള്ള അതായത് ഭക്തന്മാരുടെ ഉള്ളിലും ഉണ്ട്. ഭക്തന്മാർക്ക് ഭഗവാന്റെ ചൈതന്യമാണ് എന്റെ ഉള്ളിൽ എന്ന് അറിയാൻ പറ്റണോ, മറ്റുള്ളവരത് അറിയുന്നില്ല അജ്ഞാനം കൊണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അങ്ങനെയുള്ള ഹൃദിസ്തോപ്യതി ദൂരസ്ഥ കർമ്മ വിക്ഷിപ്തേതസാം ആത്മശക്തി അഗ്രാഹ്യോ ബന്ധുഭേദ ഗുണാത്മനാം. ഭഗവാൻ ഹൃദയത്തിൽ തന്നെ ഇരിക്കണമെങ്കിലും ഈ കർമ്മവാസനകളിൽ പെട്ട് കർമ്മങ്ങളിൽ കുടുങ്ങി നടക്കുന്നതൊക്കെ അറിയാൻ കഴിയില്ല. അത് അവരെ സംബന്ധിച്ച് ഭഗവാൻ അതിദൂരത്തിൽ തന്നെ ഇരിക്കുന്നത്. കാരണം അവർക്ക് അങ്ങനെ സ്മരിക്കാൻ കഴിയാത്തത് കൊണ്ട്. ആ ഭക്തന്മാരോ ഭഗവാനെ സ്മരിക്കുന്നതോട് കൂടിയിട്ട്, കാരണം മറ്റുള്ളവരെ ഈ കർമ്മക്കുടുക്കിൽപ്പെട്ട അഹങ്കാരം കൊണ്ട് ഭഗവാനെ അറിയാതിരിക്കുക. മറ്റുള്ളവർ അങ്ങനെയല്ല, ഭഗവാനെ എപ്പോഴും അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമോസ്തുതേ ധ്യാത്മവിതാംബരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമൃത്യവേ സകാകാരണലിംഗമീയു ഭഗവാനെ അവിടുന്ന്, അതായത് ഈ കർമ്മവാസനകളെ കൊണ്ട് പ്രക്ഷുബ്ധമായിട്ടുള്ള മനസ്സോടുകൂടിയവർക്ക് അങ്ങ് എത്രയോ വിദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും ഭഗവാന്റെ മഹാത്മ്യങ്ങളെ ശ്രവണം, കീർത്തനം മുതലായിട്ടുള്ള ഭക്തി സാധനങ്ങളിലൂടെ മനസ്സിനെ സത്വഗുണ സമ്പന്നമാക്കി തീർത്ത ആളുകൾക്ക്, അവർക്ക് അവരുടെ ആ മനോവൃത്തികളാൽ മറയപ്പെട്ടവരാണ് ഭഗവാനെങ്കിലും അവർക്ക് ഭഗവാൻ ശരിക്ക് ആ സമീപത്തെന്നത് പോലെ, നമ്മുടെ ഏറ്റവും അടുത്തെന്നത് പോലെ അല്ലെ, തദന്തികെ ആ അടുത്ത് തന്നെ ആ വഴങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാനായി കൊണ്ട് കഴിയും. അപ്പോ ജ്ഞാനികൾക്കോ പരമാത്മസ്വരൂപേണ സ്വന്തം ഹൃദയത്തിൽ പ്രകാശിക്കുന്നവരാണ്. ഭക്തന്മാർക്ക് എന്റെ അടുത്ത് തന്നെ ഭഗവാൻ ഉണ്ട്, എന്റെ ഉള്ളിലുണ്ട് എന്ന് ബോധിക്കാനും കഴിയും. ശരീരാഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് അത് രണ്ടും കഴിയില്ല. അവർക്ക് മൃത്യുസ്വരൂപമായിട്ടുള്ള സംസാരത്തെ തന്നെ നൽകുന്ന ആളാണ് അവിടെ എന്ന് പറയുകയാണ്. അപ്പൊ ശരീരാഭിമാനം ഉള്ളിടത്തോളം കാലം നമുക്ക് മരണഭയം ഉണ്ടാവും. ഭക്തി കൊണ്ട് കർമ്മവാസനകൾ നശിച്ചാലും ജ്ഞാനം കൊണ്ട് അജ്ഞാനം പിന്നെ ആ ശരീരാഭിമാനം ഉണ്ടാവില്ല. അതോടുകൂടി സംസാര ബന്ധം. അപ്പോ ആ ശരീരാഭിമാനികൾക്ക് മൃത്യുസ്വരൂപമായിട്ടുള്ള സംസാരത്തെ നൽകുന്നവരാണ് അവിടുന്ന്. മഹത്വത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങള് മുതലായിട്ടുള്ള കാര്യങ്ങളായിട്ടും പ്രകൃതിയാകുന്ന കാരണമായിട്ടും വിളങ്ങുന്നവരും ആ സ്വന്തം മായ കൊണ്ടും അറിയപ്പെടാത്തവരും, അതുപോലെ മായയാല് അതാണ് സകാരണ കാരണലിംഗമീയുഷേ, അതായത് കാര്യകാരണം എന്നാണ്. അതായത് മഹത്വം, അഹങ്കാരതത്വം, പഞ്ചഭൂതങ്ങൾ അതായതാണ് കാര്യങ്ങള്, ആ പ്രകൃതിയാണ് കാരണം. അപ്പൊ ഇങ്ങനെ കാര്യമായിട്ടും കാരണമായിട്ടും വിളങ്ങുന്നവനാണ് ഭഗവാൻ. സ്വന്തം മായ കൊണ്ടും അറിയപ്പെടാത്തവനും മായ കൊണ്ട് അന്യരുടെ അധ്യാത്മ ദൃഷ്ടിയെ മറച്ചിരിക്കുന്നവനുമായിട്ടുള്ള നെന്തിരുവടിക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. ഭഗവാനെ, ഞാൻ അവിടുത്തെ ഭൃത്യനാണ്. സത്വം ഛാതി സ്വഭൃത്യാന്ന കിം ദേവ കരവാമഹേ ഏതന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷിഗോചരാം. ഞാൻ അവിടുത്തെ ഭൃത്യനാണ് ഭഗവാനെ, ഞാൻ ദാസൻ അവിടുത്തെ. എന്താണ് അവിടത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്ന് സദയം കൽപ്പിക്കണേ ഭഗവാനെ. അങ്ങയുടെ ദർശനം ലഭിക്കുന്നത് വരെ മാത്രമല്ലേ ജീവന്മാർക്ക് ക്ലേശങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് പറയണം. ഇപ്പൊ അങ്ങയുടെ ദർശനം കിട്ടിയതോടുകൂടെ എന്റെ എല്ലാ ക്ലേശങ്ങളും തീർന്നു. എന്താണ് അവിടത്തേക്ക് കരണീയമായിട്ടുള്ളത് കൽപ്പിക്കണേന്നും പറഞ്ഞ് സുതദേവ ബ്രാഹ്മണൻ ഭഗവാന്റെ പാദത്തിൽ വീഴുകയാണ്. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, അതെ ഹേ ബ്രഹ്മൻ, അങ്ങ് ഇപ്പോ അതായത് ധന്യനായിട്ട് തീർന്നിരിക്കുക. ഈ മുനിമാര് എന്നെ പോലെ അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് മനസ്സിലാക്കുക. എന്നിട്ടോ ഇവരുടെ പാദരേണുക്കളെ കൊണ്ട് ലോകത്തെ ശുദ്ധിയാക്കാൻ ഇവരുടെ ഹൃദയത്തിൽ വസിക്കുന്ന എന്നോടുകൂടി അവരെ സഞ്ചരിക്കുക. കാരണം മുനിമാര് ലോകസഞ്ചാരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവര് ഭഗവാനെ ഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സഞ്ചരിക്കുന്നത്. ദേവാക്ഷേത്രാണ് തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തികാലേന തപഃപരിഹ്യത്യമേക്ഷയാം. ദേവന്മാരെ യജിക്കുക, ക്ഷേത്രത്തിൽ പോയി വിഗ്രഹത്തെ ആരാധിക്കുക, തീർത്ഥങ്ങളിൽ പോയിട്ട് സ്നാനം ചെയ്യുക. ഇതുകൊണ്ടൊക്കെ അന്ധകരണം പതുക്കെ ശുദ്ധാകുള്ളൂ എന്നാണ്. പക്ഷേ ഈ ഉത്തമ ബ്രാഹ്മണരുടെ ദർശനം ഉണ്ടല്ലോ, അതായത് ഈ ഋഷിമാരുടെ ദർശനം, അവരെ ദർശനം കൊണ്ട് തന്നെ മറ്റുള്ളവരെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ബ്രാഹ്മണോ ജന്മനാശ്രയാൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ തുഷ്ടിയ കിമമൽക്കലയായുധ.
സകല പ്രാണികളിലും വെച്ച് ഈ ലോകത്തില് ബ്രാഹ്മണൻ ജന്മം കൊണ്ട് ശ്രേഷ്ഠനാണ് എന്ന് പറയുക. ബ്രാഹ്മണൻ ജന്മനാ ശ്രേഷ്ഠനാണ്. പിന്നെ ആ ജന്മം കൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ തന്നെ ശ്രേഷ്ഠതയുണ്ട് എന്ന നിലയ്ക്ക് പിന്നെ ആ ബ്രാഹ്മണന് ജന്മം കൊണ്ട് ബ്രാഹ്മണനായിട്ടുള്ള ആള് പിന്നെ കുറച്ച് തപസ് വിദ്യ ഇതൊക്കെ ആ ഗുണങ്ങളൊക്കെ വളർത്തി കഴിഞ്ഞാലോ അവൻ അതിനേക്കാളും ശ്രേഷ്ഠനായിട്ട് തീരും. പിന്നെ എപ്പോഴും എന്നെ തന്നെ ഉപാസിച്ചുകൊണ്ട് നടക്കുന്ന ബ്രാഹ്മണനേക്കാളും ശ്രേഷ്ഠനായിട്ട് പിന്നെ ആരും ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അവരൊക്കെ എന്റെ അംശത്തോട് കൂടിയവർ തന്നെയാ. അതുകൊണ്ട് ഇവിടെ പറയുക എന്നാ ബ്രാഹ്മണാന്മേതം രൂപമേതൽ ചതുർഭുജം സർവവേദമയോ വിപ്ര സർവദേവമയോ ഹ്യഹം. ചതുർഭുജത്തോട് കൂടിയിട്ടുള്ള എന്റെ ഈ സ്വരൂപം പോലും എനിക്ക് ബ്രാഹ്മണരെക്കാൾ പ്രിയപ്പെട്ടതല്ല. അപ്പൊ എന്റെ സ്വരൂപത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് ബ്രാഹ്മണരെയാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ എന്തിനാ അതൊക്കെ പറയണത്? ബ്രാഹ്മണ ജന്മം എന്ന് വെച്ചാല് വളരെ ശ്രേഷ്ഠമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാ. കാരണം നമ്മൾ ഒരുപാട് ജന്മം എടുത്തിട്ടാണ് ഒരു മനുഷ്യജന്മം കിട്ടുന്നത്. ആ മനുഷ്യജന്മം സർവശ്രേഷ്ഠമാണ് എന്നാണ് ഇത്രയും കാലം നമ്മൾ കേട്ടത്. അതിൽ വെച്ചും സർവശ്രേഷ്ഠമായിട്ടിരിക്കുന്നതാണ് ബ്രാഹ്മണ ജന്മം. അപ്പൊ ഉപായ പുണ്യം കൊണ്ടൊന്നും ഭാരതത്തില് ഒരു ബ്രാഹ്മണ ജന്മം നമുക്ക് കിട്ടില്ല. അപ്പൊ കിട്ടിയ ആളുകള് ആ ജന്മത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുവേണ്ടി ആ ജന്മത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിഞ്ഞ് അതിനു വേണ്ടി പ്രവർത്തിക്കണം. അപ്പോ ഇവിടെ പറയുകയാണ് ഞാൻ എന്റെ ആ ചതുർഭുജത്തോട് കൂടിയിട്ട് എന്റെ സ്വരൂപം പോലും എനിക്ക് ബ്രാഹ്മണനേക്കാൾ പ്രിയപ്പെട്ടതല്ല. ബ്രാഹ്മണൻ സകല വേദങ്ങളുടെയും സ്വരൂപമാണ്. ഞാനാകട്ടെ, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ ആകട്ടെ എന്താ ഞാൻ സർവ ദേവസ്വരൂപനാണ് എന്ന് പറയുകയാണ്. ഇത് ഈ ബ്രാഹ്മണന്റെ ഈ തരത്തിലുള്ള ഗുണങ്ങളെ അറിയാത്തവനാണ് വെറും വിഗ്രഹത്തിൽ മാത്രം ആ ഭഗവാനെ പൂജിച്ചുകൊണ്ട് നടക്കുന്നത് എന്നാണ്. അവര് ശരിക്കും പറഞ്ഞാല് ആ ഈശ്വരനെ അപമാനിക്കുക ചെയ്യുന്നത്. കാരണം എല്ലാവരിലും ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹാത്മാക്കളിലും ഭഗവാനാണ്, അല്ലെങ്കിൽ മഹാത്മാക്കളിൽ ഈശ്വര ബുദ്ധിയെ കാണാണ്ട് വിഗ്രഹത്തിൽ മാത്രം ഈശ്വര ബുദ്ധിയെ കാണുന്ന ആള് ഈശ്വരനെ ആ വിഗ്രഹത്തിൽ പൂജിച്ചു കഴിഞ്ഞാലേ അതുകൊണ്ട് ശരിക്ക് അവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. കാരണം അത് മനസ്സിലാക്കണില്ല, ഈ തത്വം എന്താണെന്ന് മനസ്സിലാക്കണില്ല. ഇവിടെ ഈ കർമ്മം മാത്രമേ ഉള്ളൂ. ഇവിടെ ചെയ്യുന്ന ഈ പൂജ കൊണ്ട് ഈ ഭഗവാൻ തന്നെയാണ് എല്ലാവരുടെ ഉള്ളിലും, പ്രത്യേകിച്ച് മഹാത്മാക്കളുടെയൊക്കെ ഉള്ളില് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാത്മാക്കളെ ആ ഭാവത്തിൽ കാണാൻ ശ്രമിക്കണം നമ്മള്. അത് കണ്ടില്ലെങ്കിൽ അവന്റെ പൂജ നിഷ്പ്രയോജനമാണ് എന്ന് പറയുകയാണ്. നോക്കൂ ഇവിടെ ചരാചരമിതം വിശ്വം ഭാവായി ചാസ്യഹേതവ മദ്രൂപാണി ഇത് ചേതസ്യ ദത്തേ വിപ്രോമദീക്ഷയ. ബ്രാഹ്മണൻ ചരാചരാത്മകമായിട്ടുള്ള ഈ ലോകത്തെയും ഇതിന്റെ കാരണമായിട്ട് തത്വങ്ങളെയും എന്റെ സ്വരൂപമായിട്ടാണ് കാണുന്നത്. അപ്പൊ ലോകത്തില് ബ്രാഹ്മണൻ കാണുന്നത്, ബ്രാഹ്മണ ദൃഷ്ടി എന്താ? ആ ഭേദഭാവന കൂടാണ്ട് എല്ലാറ്റിലും ഈശ്വര ദർശനം എന്നാണ്. അതുകൊണ്ട് അവന്റെ ദൃഷ്ടിയില് ആ ഞാനും അവനും ഭിന്നരല്ല. അതായത് ഈശ്വരനും താനും വേറെയല്ല, താൻ തന്നെയാണ്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഭാവമാണ് ബ്രാഹ്മണരുടെ. ഉത്തമ ബ്രാഹ്മണൻ ഈ കാണപ്പെടുന്ന സർവവും എന്റെ രൂപങ്ങളാണ് എന്ന് മനസ്സിൽ ധരിക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഈ ബ്രഹ്മഋഷികളെ, അതായത് ഏത് ശ്രദ്ധയോട് കൂടിയിട്ട് എന്നെ അങ്ങ് പൂജിക്കുന്നുണ്ടല്ലോ അതേ ഭാവത്തില് ഈ ഋഷിമാരെയും അങ്ങ് പൂജിക്കൂ. എന്നാൽ എന്നെ തന്നെ പൂജിച്ചതിന് തുല്യമായിട്ട് തീരും. അതുകൊണ്ട് ആ ലോകത്തെ തന്നെ പൂജിച്ചതിന് ഫലമായിട്ട് തീരും. അല്ലാതെ ആ എന്നെ മാത്രം പൂജിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോ എന്നെ കണ്ടതുപോലെ തന്നെ ഋഷിമാരെയും ഈശ്വര ബുദ്ധിയെ കണ്ട് അവരെയും പൂജിക്കുക. അങ്ങനെ ആയാല് അങ്ങയുടെ പൂജ കൊണ്ട് വേണ്ടത് കിട്ടും എന്ന് പറയുകയാണ്. ഇത് കേട്ടതോടുകൂടെ അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹവും ഭേദഭാവനെയൊക്കെ അകറ്റിയിട്ട് ആ മഹർഷിമാരെ ഈശ്വരഭാവത്തില് പൂജിച്ച് അദ്ദേഹം കൃതാർത്ഥനായിട്ട് തീർന്നു എന്നാണ്. ഇപ്പോ ആ മിഥില രാജാവിനോടും ഈ തത്വമൊക്കെ ഉപദേശിച്ച് രണ്ടുപേരും ഭഗവാന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും ഭഗവാനും ഒന്ന് തന്നെ എന്ന് ഉറപ്പിച്ചിട്ട് ബ്രാഹ്മണരെ ഏകാത്മബുദ്ധിയോടുകൂടി ആരാധിച്ചിട്ട് മോക്ഷത്തെ പ്രാപിച്ചു എന്ന് പറയുകയാണ്. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യ സന്മാർഗം പുനർദ്വാരവധി മകാൽ. ഹേ രാജാവേ, ഭക്തിയുള്ള ആ പരമപ്രേമമുള്ള ആ ഭക്തന്മാരായിട്ടുള്ള അവർക്ക് ഇപ്രകാരം ശരിക്ക് അതായത് ആ സന്മാർഗം ഉപദേശിച്ചു എന്നാണ്. വേദത്തിൽ പറഞ്ഞ കാര്യമാണ് ഈ സന്മാർഗം. അതായത് കർമ്മം, ഉപാസന, ജ്ഞാനം, ഇതാണ് വേദത്തില് ഈ 3 ഭാവങ്ങള്. അപ്പോ ആ തരത്തില് കർമ്മത്തെയും ഉപാസനയും ജ്ഞാനത്തെയും കുറിച്ചൊക്കെ ഉപദേശിച്ചു കൊടുത്ത് കുറച്ചു ദിവസം അവരുടെ വീട്ടുകളിൽ വസിച്ച ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി എന്നും പറഞ്ഞിട്ടാണ് ആ ചരിത്രത്തെ അവസാനിപ്പിക്കുന്നത്. ഏതായാലും ഇന്നത്തെ സത്സംഗം ഇവിടെ കുറച്ച് 10 മിനിറ്റ് അധികമായി, ക്ഷമിക്കുക. ആ അധ്യായം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇന്ന് നമുക്ക് ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചെന്ന് ഇവിടെ നിർത്താം. ബാക്കി ഭാഗം നാളെ ആ ശ്രുതിഗീതയാണ്, വേദസ്തുതിയ. കുറച്ച് കഠിനമായിട്ടുള്ള വിഷയമാണ്. എങ്കിലും നമ്മുടെ മനസ്സിന്, അതായത് ഏത് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനനുസരിച്ചിട്ട് എന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറ്റുന്ന കാര്യങ്ങൾ പറയാം, അത്രയേ ഉള്ളൂ. കാരണം അത് വലിയ ഗഹനമായിട്ടുള്ള വിഷയവും
നമ്മളത് പറയാനുള്ള പോരായ്മ ധാരാളം ഉള്ള ആളുമാണ്. അപ്പൊ അത് ആ തത്വം നമുക്കറിയുന്ന നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരസ്പരം ഒന്ന് ശരിക്ക് മനസ്സിനെ ശുദ്ധീകരിച്ചിട്ട്, അല്ലെങ്കിൽ ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് പറയുന്ന ആൾക്ക് അതിനനുസരിച്ചുള്ള യോഗ്യത ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. പക്ഷെ നമുക്കൊന്നും അതിനുള്ള യോഗ്യതയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇല്ല. കാരണം നമ്മുടെ പോരായ്മ വളരെ കൂടുതലാ. അത് മനസ്സിലാക്കേണ്ട വിഷയമാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് അത് വലിയതായിട്ടുള്ള ഭാവങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ കഴിവനുസരിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിലൂടെ ഞാനും അതുപോലെ നിങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇന്ന് ഇവിടെ യജ്ഞസമർപ്പണം നടത്തി ഭഗവാന്റെ അനുഗ്രഹം നേടി ധന്യരായിട്ടുള്ള ആളുകളാണ് ശ്രീ എസ് വേണുകുമാർ, ജയ വേണുകുമാർ, വൈഷ്ണവം തിരുവനന്തപുരത്തുള്ളവരാണ്. ഇവരുടെ വിവാഹ വാർഷികം കൂടിയാണ് ഇന്നാണ്. അപ്പോ ശരിക്ക് ആ വിവാഹത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ആ സംസ്കാരം കൊണ്ട് എന്താണ് നേടേണ്ടത് എന്ന് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് ഇന്ന് യജ്ഞസമർപ്പണം നടത്തിയിട്ട്. അപ്പൊ അവരുടെ ആ ജീവിതത്തില് ഭഗവാൻ എല്ലാവിധ മംഗളങ്ങളും പ്രദാനം ചെയ്യട്ടെ എന്ന് ഈ സത്സംഗത്തിൽ പങ്കെടുത്തത് കേൾക്കുന്ന എല്ലാവരും മനസ്സിൽ ഭഗവാനെ കണ്ടുകൊണ്ട് അവര് പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പോലുള്ള ആളുകൾക്ക് ഇവരൊരു മാതൃകയാണ്. കാരണം ഈ വിവാഹ വാർഷികമൊക്കെ വരുമ്പോ ഇപ്പൊ പൊതുവെ അത് ഗംഭീരമായിട്ടൊക്കെ നാട്ടുകാരെയൊക്കെ വിളിച്ചൊക്കെ വലിയ ഘോഷമായിട്ട് ആഘോഷിക്കുന്ന ഒരു പതിവ് ഇപ്പൊ നമ്മുടെ ഇടയിലൊക്കെ ധാരാളം ഉണ്ട്. പക്ഷേ ശരിക്ക് വേണ്ടത് എന്താ? ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ. ഈ സൽക്കർമ്മത്തിന് വേണ്ടിയിട്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ കിട്ടിയ ജന്മത്തിന്റെ ലക്ഷ്യം ഈശ്വരനാണ്. സൽക്കർമ്മത്തിനെ കൊണ്ടൊക്കെ കാണിച്ചു തരുന്നത് ഈശ്വരപ്രാപ്തിയാണ്. അപ്പൊ അതിനുള്ള ഒരു മാർഗമാണ് വിവാഹം എന്ന ആ സംസ്കാരത്തിലൂടെ ഋഷിമാര് വിധിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള അനുഭവം ഇന്നതാണ് എന്ന് നമ്മൾക്കൊക്കെ ഒരു മാതൃകയാക്കിയിട്ട് ശ്രീമാൻ വേണുകുമാറും അതുപോലെ ജയ വേണുകുമാറും അവര് കാണിച്ചു തന്നിരിക്കുന്നു. ഏതായാലും അവർക്ക് ആ ഭഗവത് അനുഗ്രഹം വീണ്ടും വീണ്ടും ഉണ്ടാവട്ടെ. അവരുടെ തറവാട്ടിന് തന്നെ ഭഗവത് അനുഗ്രഹം, അതുകൊണ്ട് സകല ശുദ്ധി ഉണ്ടാവട്ടെ. എല്ലാവിധ അമംഗളങ്ങളും നീങ്ങിയിട്ട് പരമമംഗളമായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർക്ക് ഉയരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗത്തെ ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.